ഇത്ര തലമുതിർന്ന ആളുകളുടെ സംസാരിക്കുന്നതിന്റെ ഒരു വെപ്രാളം എനിക്കുണ്ട്. ഇത് കേൾക്കില്ല? അപ്പോ ഒരു മുസ്ലിം സ്പേസിലുള്ള ഒരു കലാ സാംസ്കാരിക സംഘടനയുടെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് നിങ്ങള്. അപ്പം അങ്ങനത്തെ ഒരു സംഘടനയുടെ പ്രധാനപ്പെട്ട ആളുകളോട് ഇന്ററാക്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസ് അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ച് ഇത് കേൾക്കുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട ഞാൻ ഇതിൽ നിന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം, ഞാൻ എൻ്റെ ഒരു ക്രിറ്റിസിസം അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു കൺസേൺ പറയാണ്. ഇതുപോലത്തെ ഒരു സംഘടനയുടെ പ്രധാനപ്പെട്ട ആളുകളെ എൻ്റെ മുന്നിൽ കിട്ടുമ്പോൾ ഞാൻ പറയുന്ന ഒരു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കൺസേൺ ഞാൻ പറയാണ്. ഇപ്പൊ കേരളത്തിലെ മുസ്ലിം സംഘടനകളെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിനൊക്കെ ഒരു മെയിൽ സെൻട്രിക് ഘടനാപരമായിട്ട് പ്രവർത്തനപരമായിട്ട് ഒക്കെ അതിനൊരു മെയിൽ സെൻട്രിക് സ്വഭാവം കാണാം. അപ്പോ നിങ്ങൾക്കൊരു ആർഗ്യുമെന്റിന് വേണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമില് ഷൂറയില് സ്ത്രീകൾക്ക് റിസർവേഷൻ ഉണ്ട്, അല്ലെ ഇത്ര സ്ത്രീകളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ആർഗ്യുമെന്റിന് നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാം. എങ്കിലും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഉത്തരം പറയാൻ തീരുമാനിച്ചാൽ ആ കൺസേണിനെ എങ്ങനെയായിരിക്കും നിങ്ങൾ അഡ്രസ് ചെയ്യാം? അല്ല മറുപടി ഉണ്ടോല്ലെന്ന് എനിക്കറിയാം, എന്നാലും മൈക്ക് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ. അപ്പൊ തന്നെ അതിന്റെ പ്രാതിനിധ്യം അറിയാലോ. 2 ദിവസത്തെ ക്യാമ്പാണ് തനിമയിൽ, ഇത്രയും സ്ത്രീകളുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇന്നലെ രാവിലെ മുതൽ ഇന്ന് വരെ 24 മണിക്കൂറിനുള്ളിൽ ആദ്യമായിട്ടാണ് സ്റ്റേജിൽ ഒരു സ്ത്രീനെ കാണുന്നത്. അപ്പൊ തന്നെ അതിന്റെ പ്രാതിനിധ്യം അറിയാം. ഞാനും ജിയോ മുതൽ വളർന്നതുകൊണ്ട് ഇത് വളരെ പരിചിതമാണ്. നമ്മൾ കുറെ കഴിഞ്ഞാൽ പപ്പു കണ്ടു പറഞ്ഞ മാതിരി പിന്നെ ശീലായിക്കൊള്ളുന്ന ആ അവസ്ഥയിലാണ്. മാഡം പറഞ്ഞത് ഇപ്പൊ എന്റെ കൺസേണിനോട് ആഡ് ചെയ്യാണ്, എനിക്ക് മറുപടിയാണ് വേണ്ടത്. അപ്പോ ഇത് കൂടുതൽ ചോദിക്കാതിരിക്കുകയായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വലിയൊരു യാഥാർത്ഥ്യമാണ്. അതൊരിക്കലും സ്ത്രീയെ മാർജിനലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ പൊതുയിടത്തിൽ നിന്ന് മാറ്റി നിർത്തുകയല്ല. അതൊരു പ്രകൃതിയുടെ ഒരു പ്രകൃതം. മെൻ ആർ ഫ്രം വീനസ്, ജോൺ ഗ്രേയുടെ ഒരു പുസ്തകം. അപ്പോ മാർസും വീനസും എന്നതും രണ്ടിൽ നിന്ന് വന്ന ജീവികളെ പോലെ 2 പ്രത്യേകതകൾ ആണും പെണ്ണും. അപ്പൊ അതിന്റെ സ്വാഭാവികമായ ഒരു എന്താ പറയാ ഒരു പ്രകൃതിയാണത്, പ്രകൃതിയുടെ ഒരു പ്രകൃതമാണത്. അതല്ലാതെ ബോധപൂർവം പെണ്ണുങ്ങളൊക്കെ മാറ്റി നിർത്തി ആണുങ്ങൾ മാത്രം നിൽക്കുകയല്ല എന്നത് ആണ് അതിന്റെ മറുപടി. ഞാൻ സത്യം പറഞ്ഞ അതിന് മറുപടി പ്രതീക്ഷിച്ചില്ല, ഞങ്ങൾ പറഞ്ഞോളൂ. കുഴപ്പമാണ്. സ്ത്രീ ഒരു ഇടം ചോദിക്കുന്നത് തന്നെ ആ സ്ത്രീയുടെ ദുർബലതയാണെന്ന് ഞാൻ മനസ്സിലാക്കും. എന്തുകൊണ്ട് സ്ത്രീയോടൊരു പുരുഷനൊരു ഇടം ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നില്ലല്ലോ. നമ്മള് കൊറേ പിന്നോട്ട് പോകേണ്ടി വരും. അല്ല അപ്പൊ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള എന്റെ ഒരു കൺസേൺ ഇവിടെ ഉന്നയിച്ചു. നിങ്ങൾ അതിന് പലതരത്തിലുള്ള മറുപടികൾ പറഞ്ഞു. പക്ഷെ ഇത് ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോം, അതല്ലെങ്കിൽ കുറച്ചും കൂടി പ്രധാനപ്പെട്ട ഒരു ഇപ്പം ജമാഅത്തിന്റെ അല്ലെങ്കിൽ സലഫി സംഘടനകളുടെ ഒക്കെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ബോഡിയുടെ മുന്നിലാണ് ഞാനിത് ഉന്നയിക്കണമെന്ന് വിചാരിക്കാം, ഇങ്ങനെ ഒരു കൺസേൺ ഉന്നയിക്കുന്നത്. അപ്പൊ അതിനൊരു പരിഹാരമാവോ? അല്ലെങ്കിൽ ആ കൺസേൺ സീരിയസ്ലി അഡ്രസ് ചെയ്യപ്പെടുമോ? അതിനൊരു പരിഹാരത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പായിട്ട് ഞാൻ ആ കൺസേൺ ഉന്നയിക്കുന്നത് പോകുമോ? നിങ്ങൾ ജസ്റ്റ് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത്, ഞാൻ ഇതേ സംഗതി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട്, ഒന്നുകിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അല്ലെങ്കിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതി. അത് എങ്ങനെയായിരിക്കും ഈ പറയുന്ന മുസ്ലിം സ്പേസസും നോൺ മുസ്ലിം സ്പേസസും എടുക്കുക? എൻ്റെ ആ തരത്തിലുള്ള ഒരു കൺസേണിനെ, ഈ മുസ്ലിം സ്പേസസിന്റെ ഒരു പ്രശ്നത്തിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ നമ്മൾ മുസ്ലിം സംഘടനകളും അതല്ലാത്ത ഇടങ്ങളും സെക്യുലർ അല്ലെങ്കിൽ നോൺ മുസ്ലിം ഇടങ്ങളും എങ്ങനെയായിരിക്കും അതിനോട് റെസ്പോണ്ട് ചെയ്യാം? അത് ഒരു മുസ്ലിം സ്ത്രീയുടെ കൺസേൺ, മുസ്ലിം സ്ത്രീ കൺസേൺസിന്
ഓരോ സ്പേസസിൽ നിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ് ഉണ്ട്. പക്ഷെ എങ്ങനെ പോയാലും ഇതിനൊരു പരിഹാരമാവോ? അല്ലെങ്കിൽ ആ ചോദ്യം എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു ആ പോയിന്റിലേക്ക് അത് എത്തുമോ? അത് അഡ്രസ് ചെയ്യപ്പെടുമോ? ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ. ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, എപ്പോഴാണ് ഇത് അഡ്രസ് ചെയ്യപ്പെടുക? അപ്പോ ഇങ്ങനത്തെ ഒരു ഒന്നല്ലെങ്കിൽ വേറൊരാള് ഹാം ചെയ്യപ്പെടുന്ന തരത്തിലല്ലാതെ മുസ്ലിം സ്ത്രീകൾക്ക് അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളുടെ കൺസേൺസ് ഉയർത്താൻ പറ്റാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ട്. അത് ഇവിടെ എന്നല്ല, നമുക്ക് ഗ്ലോബലി തന്നെ ഒരു സവിശേഷമായിട്ടും 9/11 ശേഷമുള്ള അന്താരാഷ്ട്ര സാഹചര്യത്തിൽ ഈ മുസ്ലിം സ്ത്രീ ചോദ്യങ്ങൾ ഒരു പ്രത്യേക തരത്തിൽ സ്വീകരിക്കപ്പെടുകയും എന്നാൽ ഒരു പ്രത്യേക തരത്തിൽ സ്വീകരിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന സവിശേഷമായ ഒരു സാഹചര്യം നമുക്കുണ്ട്. അപ്പോ ഇതിലിപ്പോ എന്നെ പോലുള്ള എന്ന് പറയുന്നത് ചോദ്യങ്ങളൊക്കെ ചോദിക്കണം, ഈ കൺസേൺസ് ഒക്കെ ഉയർത്തണം എന്ന ആഗ്രഹമുള്ള, എന്നാൽ ഇതിന്റെ ഒരു ഡേഞ്ചറിനെ കുറിച്ച്, ഈ ഡേഞ്ചർ നമ്മൾ കണ്ടിട്ടുള്ള ആളുകൾ പൊതുവെ ചെയ്യാറുള്ളത് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതൊരു സീറോ സം ഗെയിമാണ്. ഏതെങ്കിലും ഒരാൾ എന്തായാലും ഹാംഡ് ആവും, ഏതെങ്കിലും ഒരാൾ എന്തായാലും നെഗറ്റീവ്ലി അഫക്റ്റഡ് ആവും. അപ്പൊ പിന്നെ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇന്റിമേറ്റ് അല്ലെങ്കിൽ ക്ലോസ്ഡ് സ്പേസസിൽ ഇതിനെക്കുറിച്ച് ചർച്ചകൾ തുടങ്ങുക, ആലോചിക്കുക എന്നുള്ളതാണ് പൊതുവെ ചെയ്യാറുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വിഷയം വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഉള്ള ഒരു ഭീതിയുണ്ട്. ഓക്കെ, ഇത് എന്തോ ഒരു തരത്തിലുള്ള കുഴപ്പം സൃഷ്ടിക്കുന്ന ഒരു സംഗതിയാണ് എന്നുള്ള. ഓക്കെ, ഇസ്ലാമും ഫെമിനിസവും അതെങ്ങനെയാണ് എന്താവുന്നത്, അതിനെങ്ങനെയാണ് ഒരു കണക്ഷൻ സാധ്യമാവുന്നത് എന്നുള്ളത് നമ്മൾ ഇസ്ലാമിക് ട്രഡീഷനിൽ അല്ലെങ്കിൽ സ്കോളേഴ്സിന്റെ ഇടയിലൊക്കെ കുറെ കാലമായിട്ട് നിലനിന്നുകൊണ്ടിരിക്കുന്ന ഡിസ്കഷനാണ്. ഇത് ശരിക്കും ഇത് രണ്ടും ഒത്തുപോകുമോ, അങ്ങനെ ഒരു സംഗതിയേ ഇല്ല എന്ന് വാദിക്കുന്ന മുസ്ലിം സ്ത്രീകളിൽ ഈ ആ ഒരു പ്രാക്ടീസിങ് അല്ലെങ്കിൽ മുസ്ലിംനെസ് ക്ലെയിം ചെയ്യുന്ന ഫീമെയിൽ സ്കോളേഴ്സ് അധികവും ഇതിനെ റിനൗൺസ് ചെയ്യുന്നവരാണ്. ഓക്കെ, ഐ ആം എൻ ഇസ്ലാമിക് ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വാദങ്ങൾ ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കൺസേൺസ് ഉന്നയിക്കുന്ന സ്ത്രീകളെ പൊതുവെ കാണാൻ കിട്ടാറില്ല. ഓക്കെ, ഞാനൊരു ഇസ്ലാമിക് ഫെമിനിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറയുന്ന ആ ഒരു സംഗതി തുടങ്ങുന്ന കാലത്ത് തന്നെ, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് വെച്ചു എന്ന് പറയപ്പെടുന്ന സ്കോളേഴ്സ് പോലും ഓക്കെ എന്നെ ഇസ്ലാമിക് ഫെമിനിസ്റ്റ് എന്ന് ബ്രാൻഡ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പൊ ഒരു 1990s ആമിന വദൂദിന്റെ ഖുറാൻ ആൻഡ് വിമൻ റീറീഡിങ് ഖുറാനെ ഒരു സ്ത്രീപക്ഷ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് വായിക്കുന്ന ആമിന വദൂദിന്റെ പുസ്തകം ആണ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഈ ഒരു ഇസ്ലാമിക് ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സസ് തുടങ്ങി വെക്കുന്നത്. അപ്പം അതുവരെ ഉണ്ടായിരുന്ന മെയിൽ ഇന്റർപ്രിട്ടേഷൻസ് അല്ലെങ്കിൽ ഖുറാനിന് ഇതുവരെ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുള്ളത് മുഴുവൻ പുരുഷന്മാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പുരുഷന്മാരുടെ വീക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇത് ഇന്റർപ്രറ്റ് ചെയ്യുന്ന, ഇതിനെ വ്യാഖ്യാനിക്കുന്ന ആളുകളുടെ അവരുടേതായിട്ടുള്ള പലതരത്തിലുള്ള വീക്ഷണങ്ങൾ ഉണ്ടാവും. അത് ഇതിൽ എന്തായാലും മിക്സ്ഡ് ആയിട്ടുണ്ടാവും. പടച്ച തമ്പുരാൻ ഇറക്കിയിട്ടുള്ള ഖുറാൻ പടച്ചോന്റെ വ്യൂസ് ആണ്, പടച്ചോൻ മനുഷ്യകുലത്തിനോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിനെ മനുഷ്യർ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അത് ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആളുകളുടെ വീക്ഷണം കൂടെ അതിൽ ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീപക്ഷ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് ഖുറാനെ വ്യാഖ്യാനിക്കുക എന്നുള്ളതായിരുന്നു ആമിന വദൂദ് അവരുടെ ഈ ഖുറാൻ ആൻഡ് വിമൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് പക്ഷെ മുസ്ലിം വേൾഡിൽ വ്യാപകമായിട്ട് വിമർശിക്കപ്പെടുകയാണ് ഉണ്ടായത്. അതേപോലെ തന്നെ ആ സീരീസിൽ നമുക്ക് ക്രോണോളജിക്കലി നോക്കുമ്പോൾ ആ ഒരു സമയത്തായിട്ട് ഇറങ്ങിയിരുന്ന ഇപ്പൊ ഫാത്തിമ ബെർണേസി, അതേപോലെ തന്നെ അസ്മ ബർലാസ്, ഇതൊക്കെ ഒരു ഫാത്തിമ ബെർണേസിയുടേത് കുറെ കൂടി ഹദീസിനാണ് അവർ വിശകലനം ചെയ്യുന്നത്. അസ്മ ബർലാസ് ആമിന വദൂദിന് സമാനമായ തരത്തിൽ ഖുറാനെ തന്നെയാണ് വിശകലനം ചെയ്യുന്നത്. അപ്പൊ ഓരോ ഖുറാൻ സൂക്തങ്ങൾ എടുത്തിട്ട് അവര് സ്ത്രീകളെ സവിശേഷമായിട്ടും പരാമർശിക്കുന്ന മിസോജിനിസ്റ്റിക് അല്ലെങ്കിൽ പുരുഷാധികാരത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു
എന്ന ആരോപണം ഉള്ള സൂക്തങ്ങളെ പ്രത്യേകമായിട്ട് എടുത്തിട്ട് അതിനെ ഒന്നുകൂടി വ്യാഖ്യാനിക്കുക എന്നുള്ളതായിരുന്നു ഇവര് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ മുസ്ലിം ഫീമെയിൽ സ്കോളേഴ്സിന്റെ ഇടയിൽ പോലും ഈ ഇത് അൺക്വസ്റ്റ്യനബിളി ആക്സെപ്റ്റ് ചെയ്യപ്പെടുകയല്ല ഈ ആമിന വദൂദിന്റെയോ അസ്മ ബർലാസിന്റെയോ വ്യാഖ്യാനങ്ങൾ ഉണ്ടായത്. അവയും നിശിതമായിട്ട് ഈ മുസ്ലിം ഫീമെയിൽ സ്കോളേഴ്സ് നിശിതമായിട്ട് വിമർശിക്കുന്നുണ്ട്, ചലഞ്ച് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അതിന്റെ നേരെ ഉയരുന്നുണ്ട്. ആ വിമർശനങ്ങളിലേക്ക് നമുക്ക് പോവാം. അതിന്റെ മുന്നേ ഈ ഇസ്ലാമിക് ഫെമിനിസം എങ്ങനെയാണ് സ്ത്രീകൾ ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ വേർ ഡസ് ഇറ്റ് കം ഫ്രം? അന്ന് വരെ ഇല്ലാതിരുന്ന ചോദ്യങ്ങൾ ഒരു ഈ 20th സെഞ്ചുറിയോട് അടുത്ത് ഈ ചോദ്യങ്ങൾ എവിടുന്ന് വരുന്നു? അപ്പൊ അതുവരെ ഫീമെയിൽ സ്കോളേഴ്സ് ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിക് ലോകത്ത്. പക്ഷെ അതുവരെ ഇല്ലാതിരുന്ന സമത്വത്തിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, പുരുഷാധികാരത്തിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഈ ഒരു സമയത്താണ് ഉണ്ടാവുന്നത്, ഒരു 1970s 80s. ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറയുന്ന ഒരു ഫിനോമിന, അങ്ങനെ ഒരു സംഗതി ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്ത് പ്രധാനമായിട്ടും സംസാരിക്കുന്ന മാർഗോട്ട് ബദ്രാനാണ്. അപ്പോ ഇത് എവിടുന്ന് വന്നു? ഒരു നമ്മളെ ഈ 1950s ശേഷം ഇസ്ലാമിക ലോകത്ത് ഉണ്ടാവുന്ന ഒരു 1950s ആ സമയത്ത് ഉണ്ടാവുന്ന ഇസ്ലാമിക് റിവൈവൽ, അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റ്സിലൊക്കെ ഉണ്ടാവുന്ന, ഈജിപ്തിലൊക്കെ നടക്കുന്ന ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റ്സിൽ ഉണ്ടാവുന്ന വളർച്ച, അങ്ങനെ ഉണ്ടാവുന്ന വളർച്ച ഇതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ആയിഷ ഹിദായത്തുള്ള നിരീക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ മോഡേൺ നേഷൻ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നതിന്റെ ഒരു എമർജൻസ്, ആധുനിക ദേശരാഷ്ട്രങ്ങൾ രൂപപ്പെടുമ്പോൾ അതിന്റെ ഒരു ഘടനയുണ്ട്. ഇപ്പൊ മുസ്ലിം രാജ്യങ്ങളും മോഡേൺ നേഷൻ സ്റ്റേറ്റ്സിന്റെ ആ ഒരു ഘടനയിലേക്ക് വരുമ്പോൾ അതുവരെ ട്രഡീഷണൽ സ്കോളേഴ്സ്, ഉലമക്കൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥാനം ഇല്ലാതാവുകയും അതിന് പകരം പുതിയ കുറെ പൊസിഷൻസ്, പുതിയ കുറെ ഡെസിഗ്നേഷൻസ് ഉണ്ടാവുകയും അങ്ങനത്തെ പുതിയ തരത്തിലുള്ള ഒരു നേഷൻ സ്റ്റേറ്റ്, പുതിയ തരത്തിലുള്ള ഒരു ഘടന ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം ആധുനികത മുന്നോട്ട് വെക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. ആധുനികത സ്വാതന്ത്ര്യത്തിനെ കുറിച്ച്, വ്യക്തിയെക്കുറിച്ച്, സ്ത്രീകളെ കുറിച്ച്, സ്ത്രീ പുരുഷ വിവേചനത്തിനെ കുറിച്ചൊക്കെ ഉള്ള ആധുനികത ഉയർത്തുന്ന കുറെ ചോദ്യങ്ങൾ. ഓക്കെ, പുരുഷന്മാരും സ്ത്രീകളും എന്തുകൊണ്ട് ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ പ്രവാചകന്മാരായിട്ട് സ്ത്രീകൾ വന്നില്ല? നമ്മൾ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ സമത്വം, അതല്ലേ? സമത്വം എന്ന് പറയുമ്പോൾ എന്താവണം? പക്ക ഈക്വൽ ആവണം. അപ്പൊ എന്തുകൊണ്ട് പള്ളിയിൽ സ്ത്രീകൾ ബാങ്ക് കൊടുക്കുന്നില്ല? ഈ തരത്തിലുള്ള ചോദ്യങ്ങളിലേക്കുള്ള ആലോചനകളിലേക്ക് ഈ ആധുനികത എന്ത് ചെയ്യുന്ന, പ്രചോദിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രചോദിതമാവുന്ന ചോദ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ ഒരു നമുക്ക് ഇതിനെ ഇത് എവിടുന്ന് വരുന്നു? ഈ ഇപ്പം ആമിന വദൂദ് ആയാലും ഫാത്തിമ മെർനിസി ആയാലും അസ്മ ബർലാസ് ആയാലും ഈ ചോദ്യങ്ങൾ ഇവര് പെട്ടെന്ന് എവിടുന്നുണ്ടായി? അതുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറയുന്ന ഒരു സാധനം. ഇസ്ലാമിക് ഫെമിനിസം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു, ശരിക്കും ഇസ്ലാമിന് ഒരു ഫെമിനിസത്തിന്റെ കൂട്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇസ്ലാം ഇറ്റ്സെൽഫ് സ്ത്രീകൾക്ക് എന്ത് നൽകുന്നുണ്ട്? സ്ത്രീകൾക്ക് ഒരു ഇഗാലിറ്റേറിയൻ, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വേൾഡ് വ്യൂ എന്ന് പറയുന്നത് ഒരു ജസ്റ്റിസിൽ അധിഷ്ഠിതമായതാണ്. പിന്നെ അതിൽ നിങ്ങൾ സ്ത്രീകളെ കുറിച്ച് സംസാരിക്കാൻ എന്തിന്റെ ആവശ്യമില്ല? ഒരു ഫെമിനിസത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന് സാദിയ ഷെയ്ഖ് അല്ലെങ്കിൽ അസ്മ ബർലാസ് പോലെയുള്ള സ്കോളേഴ്സ് അവർ തിരിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ ഫെമിനിസം അല്ലെങ്കിൽ സ്ത്രീകളുടെ വിമോചനം അല്ലെങ്കിൽ പുരുഷാധികാരത്തിനെതിരെയുള്ള പോരാട്ടം അത് ഫെമിനിസത്തിന്റെ, അല്ലെങ്കിൽ അത് വെസ്റ്റിന് മാത്രം ചെയ്യാനുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അത് ഫെമിനിസത്തിന് മാത്രമേ അത് സാധിക്കൂ എന്ന് നിങ്ങൾ അതിനെ മാത്രം ഏൽപ്പിച്ചു കൊടുക്കേണ്ടതില്ല. ചിലപ്പം ഈ പറയുന്ന ഇസ്ലാമിക് ട്രഡീഷൻസിനകത്ത് എന്തുണ്ടാവും? മിസോജിനി ഉണ്ടാവും, ഡൊമിനേഷൻ ഉണ്ടാവും. അപ്പൊ അതിനെ പരിഹരിക്കാൻ എന്തെന്നുള്ള നിലയ്ക്ക് ഒരു ലിബറേറ്റിംഗ് ആയിട്ടുള്ള ഐഡിയോളജി എന്നുള്ള നിലയ്ക്ക് അതിനെ ഉപയോഗിക്കുന്നതിൽ ദോഷമൊന്നുമില്ല. നിങ്ങൾ എപ്പോഴും വെസ്റ്റേൺ ആയിട്ടുള്ള
ഇത് വെസ്റ്റേൺ ആണ്, അതുകൊണ്ട് ഇതിനെ ഉപയോഗിക്കണ്ട, ഇതിനെ പാടെ തള്ളിക്കളയണം, എപ്പോഴും ഇതിനെ നിങ്ങൾ ഡിനൗൺസ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല എന്ന് അസ്മാ ബർലാസും, അതായത് നിങ്ങൾ അതിന്റെ ലിബറേറ്ററി പൊട്ടൻഷ്യലിനെ കാണണം. ഞാനിതിലൊരു ഇടയ്ക്ക് കയറി പറയാണ്, എനിക്ക് ഈ കാര്യത്തില് വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള ഒരു പേഴ്സണൽ പൊസിഷൻ ഇല്ല. ഈ നമ്മളെ ഇസ്ലാമിക് ഫെമിനിസത്തിനെ കുറിച്ച് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഉമ്മുൽ ഫൈസയുടെ ഈ ഒരു ബുക്ക് ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഓഥർ പറയുന്നുണ്ട് ഇസ്ലാമിക് ഫെമിനിസം എന്താണ്, അല്ലെങ്കിൽ അതിൽ ഇടപെട്ടിട്ടുള്ള സ്കോളേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു പിക്ചർ നൽകുക എന്നുള്ളതാണ് ആ ബുക്ക് ചെയ്യുന്നത്. ബുക്കിന് പേഴ്സണലി അല്ലെങ്കിൽ ഓഥർ അവരുടേതായിട്ടുള്ള ഒരു വ്യൂ ഇതിൽ മുന്നോട്ട് വെക്കുന്നില്ല. അപ്പോ ഈ വ്യക്തിപരമായിട്ട് ഓക്കെ, ഇസ്ലാമിക് ഫെമിനിസം അത് നിലനിൽക്കുന്ന ഒരു സംഗതിയാണോ, ഇസ്ലാമിന്റെ അകത്ത് പിന്നെ ഒരു ഫെമിനിസത്തിന് സാധ്യത ഉണ്ടോ എന്നുള്ളതിന് സത്യം പറഞ്ഞാൽ എനിക്കതിന് വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള ഒരു പേഴ്സണൽ പൊസിഷൻ ഇല്ല. ഇങ്ങനെ ഓക്കെ കള്ളി തിരിച്ചിട്ട് ഇത് അങ്ങനെ ചെയ്യണം ഇതിങ്ങനെ ചെയ്യണം എന്ന കാര്യത്തിൽ എനിക്ക് അതിലൊരു വ്യക്തത ഇതുവരെ ഇല്ല. പക്ഷെ ഇത് ഓരോരുത്തരും എങ്ങനെയാണ് ഈ വിഷയത്തിനെ സമീപിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇങ്ങനെ ഒന്ന് നോക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ നമുക്ക് ഈ അസ്മാ ബർലാസും ആമിന വദൂദും അവര് രണ്ടുപേരും ഈ ഖുർആൻ വ്യാഖ്യാനങ്ങളില് വന്നിട്ടുള്ള പുരുഷ കേന്ദ്രീകൃതം അല്ലെങ്കിൽ മെയിൽ ഡൊമിനന്റ്, അത് പുരുഷന്മാരെ ഫേവർ ചെയ്യുന്നു അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഡിസഡ്വാൻറ്റേജിയസ് ആണ് അല്ലെങ്കിൽ ഇഗാലിറ്റേറിയൻ അല്ലാത്ത വേഴ്സസിനെ എടുത്തിട്ട് അവരെന്ത് ചെയ്യാണ്, അതിനെ പുനർവ്യാഖ്യാനം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് അതുവരെ ഉണ്ടായിരുന്ന ഒരു മെയിൽ ഡോമിനൻസ് അല്ലെങ്കിൽ പുരുഷന്മാര് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഗതിയായിരുന്നു ഈ ഖുറാനെ ഇന്റർപ്രറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബൃഹത്തായ റിലീജിയസ് ടെക്സ്റ്റുകൾ വെച്ചിട്ട് അതിനോട് സംസാരിക്കുക, അതിനെ വെച്ചിട്ടുള്ള ആഖ്യാനങ്ങൾ മുന്നോട്ട് വെക്കുക എന്നുള്ള സ്കോളർലി ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ സ്ത്രീകളും കൂടി ഇടപെടുന്ന ആ ഒരു സംഗതിയാണ് ഇവര് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ ഫെമിനിസത്തിനെ നിങ്ങൾ അതിന്റെ ലിബറേറ്ററി പൊട്ടൻഷ്യലിനെ കാണണം എന്ന് പറയുന്ന പോലെ തന്നെ സാദിയ ഷെയ്ഖ് പറയുന്നുണ്ട്, നിങ്ങൾ ഇസ്ലാമിക് ഫെമിനിസത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അതിനെ ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അതിനെ ഇസ്ലാമിനെ പലതരത്തിൽ വില്ലിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളെ ഞെരുക്കുന്ന ഒരു സ്ഥലമാണ് മതം എന്ന ഒരു നരേറ്റീവ് മുന്നോട്ട് വെക്കുന്ന ഇപ്പം ഇമ്പീരിയൽ അല്ലെങ്കിൽ കൊളോണിയൽ ഫോഴ്സസിനുള്ള എന്തായിട്ട് ഒരു ഇരയായിട്ട് നിങ്ങൾ നിന്നു കൊടുക്കരുത്. പലപ്പോഴും ഇസ്ലാമിനെ ആക്രമിക്കാനുള്ള എന്തായിട്ടൊരു ആയുധമായിട്ട് ഈ മുസ്ലിം സ്ത്രീ ചോദ്യങ്ങൾ മാറാറുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഈസിലി പബ്ലിഷ് ചെയ്യും, അല്ലെങ്കിൽ ദ ക്യൂ എന്ന ഇന്റർവ്യൂവിന് വിളിക്കും, ഇതൊക്കെ ചെയ്യും. അപ്പോ അത് എന്ത് ചെയ്യാം, അത് ആ തരത്തിൽ ഉപയോഗിക്കപ്പെടാൻ വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു സംഗതിയാണ് ഈ സ്ത്രീ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ആ ഇരുതല മൂർച്ചയുള്ള ആ പരിപാടിയെ സൂക്ഷിച്ചുകൊണ്ടല്ലാതെ എന്ത് ചെയ്യരുത്, അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ഈ കൊളോണിയൽ ഇമ്പീരിയൽ ഈ ഗ്ലോബൽ ഫോഴ്സസിന്റെ ആ പൊളിറ്റിക്സ്, ആ ജിയോ പൊളിറ്റിക്സ് മനസ്സിലാക്കാത്ത തരത്തിലാവരുത് ഈ ഇസ്ലാമിക് ഫെമിനിസ്റ്റ് ചോദ്യങ്ങൾ ഉയർത്തുന്നത് എന്നും സാദിയ ഷെയ്ഖ് തന്നെ പറയുന്നുണ്ട്. നമ്മള് ഒരു സെക്കൻഡ് കേട്ടോ, ഞാൻ പോയിന്റ് വിട്ടേ. നമ്മള് ഈ അല്ലെങ്കിൽ ഇമ്പീരിയൽ ഫോഴ്സസിനെ കുറിച്ച് പറഞ്ഞപ്പോ അതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ ഈ 1950s സംഭവിക്കുന്ന, അതേപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഈ കൊളോണിയലിസം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ലെയേഴ്സിൽ പ്രവർത്തിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ കൊളോണിയൽ ഫോഴ്സസിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സ്ത്രീകൾ രക്ഷിച്ചെടുക്കപ്പെടേണ്ടവരാണ്.
മുസ്ലിം സമൂഹങ്ങളിൽ നിന്ന് രക്ഷിച്ചെടുക്കപ്പെടേണ്ട, ഓക്കെ, നിങ്ങളെ ഹരേം എന്ന് പറയുന്ന സെക്ലൂഡഡ് സ്പേസസിൽ നിങ്ങളെ ഒതുക്കി നിർത്തുന്ന, നിങ്ങളെ പർദ്ദ ഇടിപ്പിക്കുന്ന ആ മതത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കപ്പെടേണ്ടവരാണ് മുസ്ലിം സ്ത്രീകൾ എന്നുള്ളതാണ് ഒരു കൊളോണിയൽ പവർ പൊസിഷൻ എന്ന് പറയുന്നത്. അതിനെ സ്വാഭാവികമായിട്ടും അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു പൊസിഷൻ ആയിരിക്കും ഈ മുസ്ലിം ഇടങ്ങൾ എടുത്തിട്ടുണ്ടാവുക. അല്ല, ഇസ്ലാമിലെ സ്ത്രീകൾക്കെല്ലാം സെറ്റിൽഡ് ആണ്, ഇവിടെ എല്ലാം പ്രൊവൈഡഡ് ആണ്, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് ഇടപെടണ്ട എന്നുള്ളൊരു ഡിഫെൻസീവ് പൊസിഷൻ എവിടുന്ന് വന്നിട്ടുണ്ടാവും? മുസ്ലിം സ്പേസസ് നിന്ന് വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ അത് വരുന്നത് ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്. ഇതിന്റെ അഡ്രസ് ചെയ്യപ്പെടാതെ പോകുന്ന, ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ കിടന്ന് അഡ്രസ് ചെയ്യപ്പെടാതെ പോകുന്ന ഒരു ചോദ്യമാണ് ഞാൻ നേരത്തെ ചോദിച്ച പോലത്തെ ചോദ്യം. അതല്ലെങ്കിൽ അങ്ങനത്തെ അനവധി ചോദ്യങ്ങൾ. ഇപ്പൊ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാം, നമ്മൾക്ക് മുസ്ലിം സ്ത്രീകൾക്ക് പ്രവേശനമുള്ള പള്ളികളുടെ കാര്യം എടുക്കാം. ഈ പള്ളികളിലേക്ക് സ്ത്രീകൾക്ക് കടന്നു പോകേണ്ട വഴി, അവർ നിസ്കരിക്കുന്ന സ്ഥലത്തിന്റെ ഒരു വൃത്തി, അല്ലെങ്കിൽ അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസിന്റെ ഒരു മെയിൻ്റനൻസ്, അല്ലെങ്കിൽ അവിടെ വാതിൽ തുറക്കാറുണ്ടോ, അവിടെ ബൾബ് ഉണ്ടോ, ഫാൻ ഉണ്ടാവോ, തൊട്ടിപ്പുറത്ത് ആണുങ്ങൾ നിസ്കരിക്കുന്ന സ്ഥലത്തിന് എന്തുണ്ടാവും? നല്ല എയർ കണ്ടീഷൻ കാർപ്പറ്റ് ഇട്ടിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും. അപ്പം ഈ സ്ത്രീകള്, നമുക്ക് പോകുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രവേശനമുള്ള നമ്മളുടെ ഒക്കെ പള്ളികൾ, അപ്പൊ അങ്ങനത്തെ ചോദ്യം, ഇതുപോലത്തെ ചോദ്യങ്ങള് എന്താവും? ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ പെട്ടുപോകും. നേരത്തെ പറഞ്ഞ പോലത്തെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഡിഫെൻസീവ് പൊസിഷന്റെയും എന്നാൽ ഇപ്പുറത്തുനിന്നുള്ള സെക്യുലർ അറ്റാക്സിന്റെയും ഇടയിൽ പെട്ടുപോകുന്ന, റേസ് ചെയ്യാൻ സ്പേസസ് ഇല്ലാത്ത, മീൻസ് ഉത്തരം കിട്ടാത്ത കൺസേൺസ് ആയിട്ട് ഈ ചോദ്യങ്ങൾ ഇല്ലാതായി. ഇപ്പൊ ഞാനിതൊരു പബ്ലിക് സ്പേസിൽ ഇത് ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനെ ഏറ്റെടുക്കാൻ ആൾക്കാരുണ്ടാവും. അത് മുസ്ലിം കമ്മ്യൂണിറ്റി അടിക്കാനുള്ള ഒരു ആയുധമായിട്ട് മാറും. എന്നാൽ ഇതെനിക്ക് കമ്മ്യൂണിറ്റിക്ക് അകത്ത് അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ അതിന് പരിഹാരം നേടാനോ ഉള്ള മാർഗങ്ങൾ ഉണ്ടോ? അപ്പൊ അതിനെക്കുറിച്ച് ഉള്ള ആലോചനകൾ ഉണ്ടാവേണ്ടതില്ലേ? നമ്മള് ഈ ഓക്കെ, ഇസ്ലാമിക് ഫെമിനിസം ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഇതുപോലത്തെ പല ക്ലോസ്ഡ് ആയിട്ടുള്ള സംഘടനാ വേദികളിൽ ചോദ്യം ചോദിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് എന്നെ മനസ്സിലാക്കുന്നതാണ്, സംഘടനക്കകത്ത് പുരുഷന്മാർക്കിടയിൽ ഞാനൊരു ഫെമിനിസ്റ്റ് ആയിരിക്കും, പക്ഷെ ഇനി പുറത്ത് ഞാൻ എന്റെ ക്യാമ്പസിൽ ഞാനൊരു ഫണ്ടമെന്റലിസ്റ്റ് ആയിരിക്കും. വളരെ റിഗ്രസീവ് ആയിട്ടുള്ള എന്നെ ഒരു ഫെമിനിസ്റ്റ് ആയിട്ട് അവർ പരിഗണിക്കുകയില്ല. പക്ഷെ നേരെ തിരിച്ച് ഈ മുസ്ലിം സ്പേസസിന്റെ അകത്തേക്ക് ഞാൻ വരുമ്പോൾ, കാരണം നിരന്തരം ഈ സ്ത്രീ ചോദ്യങ്ങൾ ഉയർത്തുന്ന ആളാണ്, അപ്പോ എന്തായിരിക്കും? ഞാനൊരു ഫെമിനിസ്റ്റ് ആണ്. ഗെയിമിന്റെ അകത്ത് നമ്മൾ പെട്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് ഈ കൺസേൺസ് പിന്നെ നമുക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലാതായി, എവിടെ ഒന്നും പറയാതായി, അങ്ങനെ പോയി. ഇത് ശരിക്കും നമുക്ക് എന്താ ഈ ടെർമിനോളജികൾക്ക് പുറത്ത് അഡ്രസ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടാവും. ഇനി നമുക്ക് ഇസ്ലാമിക് ഫെമിനിസത്തിനെ കുറിച്ച് ഒരു വളരെ വിശാലമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഞാൻ തപ്പിയെടുത്തപ്പോ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്, മുസ്ലിം സ്ത്രീകളുടെ പലതരത്തിലുള്ള പ്രോ ഫെയ്ത്ത് ആയിട്ടുള്ള ഇടപെടലുകൾ, അതായത് വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പലതരത്തിലുള്ള ഇടപെടലുകൾ. എന്തിനെതിരെ? പുരുഷാധികാരത്തിന് അല്ലെങ്കിൽ സെക്സിസത്തിന്, മെയിൽ ഡൊമിനേഷനൊക്കെ എതിരെയുള്ള വർക്കുകളെ നമുക്ക് എന്തെന്ന് പറയാം? ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറയാം. നിങ്ങൾ ഇപ്പോഴും എനിക്കറിയാം എന്നെക്കാളും ഭയങ്കര സ്കോളർലി നോളജ് ഉള്ള ആൾക്കാരാണ്. ഇസ്ലാമിലൊരു പുരുഷാധികാരം ഇല്ലേ? ആ കാര്യത്തിൽ എനിക്ക് പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ടെന്ന് അംഗീകരിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനത്തെ ഒരു പേട്രിയാർക്കൽ നേച്ചർ എന്തിനുണ്ട്? ഇസ്ലാമിനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിന് നമുക്ക് എന്ത് ചെയ്യാതെ അതിനെ ഒരു പ്രോബ്ലമറ്റൈസ് ചെയ്യേണ്ടതില്ലാത്ത തരത്തിലുള്ള ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു അധികാരഘടനയുണ്ട്. ഇപ്പൊ വാട്ട് എവർ ഇറ്റ് ഈസ്, ദിസ് ഇസ് എ വെരി കോംപ്ലക്സ് പ്ലെയിൻ. എന്തായാലും ആർക്കേലൊക്കെ വേദനയാവും.
അതിപ്പോ ഒന്നുകിൽ ചിലപ്പോ എനിക്ക് വേദനയാവും, ചിലപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേദനയാവും. അത് സഹിക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. അപ്പൊ ആ വേദന സഹിച്ചുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആമിന വദൂദും അസ്മാ ബർലാസും ഒക്കെ അവര് ഉപയോഗിക്കുന്ന ചില മെത്തേഡ്സ് ഉണ്ടായിരുന്നു. ഈ ഖുർആൻ വ്യാഖ്യാനം ഇങ്ങനെയാണിത്. ഓക്കെ, ഇവര് സവിശേഷമായിട്ടും എടുത്ത് പുനർവ്യാഖ്യാനം ചെയ്തിട്ടുള്ള ആയത്തുകൾ എന്ന് പറയുന്നത് അരിജാല ഖവ്വാമൂന അല നിസാ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ത്രീ അനുസരണക്കേട്, അതിന്റെ ബാക്കിയേറ്റവും സ്ത്രീ അനുസരണക്കേട് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിക്കാം എന്ന് പറയുന്ന. അപ്പൊ സ്ത്രീകളെ അല്ലെങ്കിൽ പുരുഷാധികാരം റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് എന്ന് അനുഭവപ്പെടുന്ന ആയത്തുകളെ എടുത്തിട്ട് അതിനെ എന്ത് ചെയ്യാണ്, പുനർവിശകലനം ചെയ്യാണ് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന് പ്രധാനമായിട്ടും ഇത് ചെയ്യുമ്പോഴും ആമിന വദൂദ് ആവട്ടെ അസ്മാ ബർലാസ് ആവട്ടെ ഇസ്ലാമിക് ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന ലേബൽ അവര് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അവരെ ആമിന വദൂദ് പിന്നീട് ഒരു പ്രോ ഫെമിനിസ്റ്റിക് പൊസിഷൻ ആണ് ഞാൻ എടുക്കുന്നത് എന്ന് പറയുന്നത് അതിനും പിന്നീട് വരുന്ന അവരുടെ ജെൻഡർ ജിഹാദ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. അതുവരെ അവര് ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള ആരോപണങ്ങൾ ഇതിന്റെ മേലെ നിങ്ങൾ ഉന്നയിക്കരുത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു ലേബലിൽ എന്നെ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കപ്പെടുന്നില്ല, വിശേഷിപ്പിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അവര് പറയുന്നുണ്ട്. അപ്പോ ദിസ് ഇസ് മോർ ഇസ്ലാമിക് ദാൻ ഫെമിനിസ്റ്റിക്. അത് ഓക്കെ, ഫെമിനിസം എന്നുള്ളത് ഒരു വെസ്റ്റേൺ മോഡേൺ ഐഡിയ ആണ്. അപ്പൊ അതിന്റെ ഡേഞ്ചേഴ്സിനൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പറയുന്നത്. അപ്പൊ അവര് പ്രധാനമായിട്ടും ഈ ഖുർആൻ വ്യാഖ്യാനത്തിൽ ഉപയോഗിക്കുന്ന ഇജ്തിഹാദ് ടെക്നീക്സ്, അല്ലെങ്കിൽ ഇപ്പൊ ഫസ്ലുർ റഹ്മാൻ മുന്നോട്ട് വെക്കുന്ന ഒരു പെർട്ടിക്കുലർലി യൂണിവേഴ്സൽ, ആ രണ്ട് വ്യത്യാസം ഉണ്ടല്ലോ. അതായത് ഒരു ഖുർആനായത്ത്, ചില ഖുർആനായത്തുകൾ എന്തായിരിക്കും, ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിലേക്ക് ഇറങ്ങിയതായിരിക്കും, ഒരു സവിശേഷ സാഹചര്യത്തിലേക്ക് ഇറങ്ങിയതായിരിക്കും. അപ്പൊ അതിൽ നിന്ന് ആ സാഹചര്യത്തിനെ വേർപെടുത്തിയിട്ട് നമുക്ക് എന്ത് കിട്ടും, ഒരു ജനറൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആ ആയത്തുനിന്ന് കിട്ടും, ആ സാഹചര്യത്തിന് അതിൽ നിന്ന് വേർപെടുത്തിയിട്ട്. എന്നിട്ട് ആ പ്രിൻസിപ്പിളിനെ നമ്മൾ എടുത്തിട്ട് നമ്മളുടെ കോണ്ടെക്സ്റ്റിലേക്ക് വന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ ഈ യൂണിവേഴ്സൽ ആൻഡ് കോണ്ടെക്സ്റ്റുവൽ, ഈ ഇങ്ങനത്തെ രണ്ട് തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ഖുറാനിൽ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഈ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് ഇവര് ആമിന വദൂദും അസ്മാ ബർലാസും പല സൂക്തങ്ങളും അവര് റീഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പോ പക്ഷെ ഇത് ചെയ്ത് അവസാനം ആമിന വദൂദ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അടിക്കാം എന്ന് പറയുന്ന വാക്കിൽ ഞാൻ തോറ്റു പോകുന്നുണ്ട്, ഞാൻ വിട്ട്. എന്നിട്ട് അവർ അവസാനം പറയുന്നത് ഞാൻ ലെറ്റ്സ് സേ നോ ടു ദിസ് വേഴ്സ്, അതിനുള്ള സ്വാതന്ത്ര്യം പടച്ചോൻ തരുന്നുണ്ട് എന്നാണ് ഇവര് പറഞ്ഞത്. ആ ആയത്തിനോട് എന്ത് പറയാ, നോ പറയാ. അത്രയും അങ്ങനെ നമുക്ക് അങ്ങനത്തെ ഒരു കോൺഷ്യസ്നെസ്സിനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാമിലല്ലേ ഖുർആൻ നമുക്ക് നൽകുന്നുണ്ട്. അവര് ഓക്കെ, ഐ ഗേവ് അപ്പ്, ഗറബ എന്നുള്ള വാക്ക് വെച്ചിട്ട് ഞാൻ വിട്ടു എന്ന് അവര് പറയുന്നുണ്ട്. അപ്പൊ 3 തരത്തിലുള്ള മെത്തേഡ്സ് ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ഈ പറഞ്ഞ ഹിസ്റ്റോറിസൈസിങ് മെത്തേഡ് എന്ന് പറയുമ്പോ ഒരായത്ത് ചരിത്രത്തിൽ ഒരു പ്രത്യേക സന്ദർഭത്തിലേക്ക് ഇറങ്ങിയതായിരിക്കും. അപ്പൊ അതിനെ ആ ആയത്തിൽ നിന്ന് ആ സന്ദർഭത്തിനെ വേർപെടുത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു അംശം ഉണ്ടാവും, ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാവും. അതിനെ നിങ്ങൾ എന്തെടുക്കുക, നിങ്ങളുടെ കോണ്ടെക്സ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഇത് പലപ്പോഴും ഇസ്ലാമിക് ട്രഡീഷനിൽ അങ്ങനത്തെ ഒരു രീതി ഫോളോ ചെയ്യപ്പെടാതിരുന്നത് കാരണം ഖുർആൻ ഒരു കാലാധിവർത്തിയായ സംഗതിയാണ്. അതൊരു സ്ഥലത്തേക്ക് മാത്രം ഇറങ്ങിയതല്ല, ഇത് എല്ലാ കോണ്ടെക്സ്റ്റിലും ഈക്വലി അപ്ലിക്കബിൾ ആണ് എന്ന തരത്തിലുള്ള വാദങ്ങളും ഉള്ളത് കൊണ്ട് അതിങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിൽ അതിങ്ങനെ മുന്നോട്ട് പോവാണ് ചെയ്തത്. പിന്നെ ഇവര് പറയുന്ന രണ്ടാമത്തെ, അല്ലെങ്കിൽ ഇവർ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇന്റർ ടെക്സ്ച്വൽ മെത്തേഡ് എന്ന് പറയുമ്പം ഖുർആനിനെ എന്താക്കാം, ഒരു ഹോളിസ്റ്റിക് ആയിട്ട് സമീപിക്കാം. ഖുർആൻ മൊത്തത്തിൽ മുന്നോട്ട് വെക്കുന്ന ഒരു വീക്ഷണമുണ്ട്.
അതിനെന്ത് ചെയ്യാ, നിങ്ങള് അതിൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഖുറാൻ എന്തിൽ ഫോക്കസ്, എന്താണ് ഖുറാൻ ആത്യന്തികമായിട്ട് ഹോളിസ്റ്റിക്കലി നിങ്ങൾ അതിനെ സമീപിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഖുറാന്റെ ഒരു വേഴ്സ് ഇപ്പൊ സ്ത്രീകളെയും പുരുഷന്മാരെയും സംബന്ധിച്ച് നിങ്ങളെ രണ്ടുപേരെയും ഒരു എന്തായിട്ട് ഒരു നഫ്സിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് മനുഷ്യരുടെ ഇക്വാലിറ്റിയെ റിഫ്ലക്ട് ചെയ്യുന്നതാണ്. അത് ഇൻട്രാ ടെക്സ്റ്റലി ഒരു ടെക്സ്റ്റിലത്തെ തന്നെ മറ്റ് ഭാഗങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചിലതിനെ അപ്രധാനമായിട്ട് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഇഗാലിറ്റേറിയൻ പ്രിൻസിപ്പിൾസ് ആണ് ഖുറാൻ മുന്നോട്ട് വെക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇനി അവർ ഉപയോഗിക്കുന്ന മൂന്നാമത്തെ ഒരു പാരഡൈം ആണ് തൗഹീദിക് പാരഡൈം എന്ന് പറയുമ്പോൾ ഇത് പടച്ചവന്റെ ആത്യന്തികമായിട്ടുള്ള ഹോൾനെസ്, അല്ലെങ്കിൽ അള്ളാഹു ഏകനാണ്, പടച്ചവനാണ് എന്ത് എല്ലാത്തിന്റെയും സുപ്രീം. അതിന്റെ താഴെ വരുന്നവരൊക്കെ ഈക്വൽ ആണ്, അതിന്റെ താഴെ വരുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഈക്വൽ ആണ്. അപ്പൊ ആ തൗഹീദിക് ആയിട്ട് നിങ്ങൾ ഈ ടെക്സ്റ്റിനെ വായിക്കുമ്പോൾ, ആ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ഈ ടെക്സ്റ്റിനെ വായിക്കുമ്പോൾ അതിന്റെ അകത്ത് പിന്നെ എന്ത് കാണില്ല, ഹൈറാർക്കി കാണില്ല, ഒരു അധികാരക്രമം, ഇവര് മേലെ ഇവര് താഴെ എന്നുള്ള അധികാരക്രമം നമുക്ക് കാണാൻ കഴിയില്ല. അപ്പം ഖുർആൻ മനുഷ്യരെ വേർതിരിച്ചിരിക്കുന്നത് ലാറ്ററലി ആണ്, ഇങ്ങനെയല്ല വേർട്ടിക്കലി ഇങ്ങനെ അട്ടികളാക്കുക അല്ല ചെയ്തത്, ഇങ്ങനെ ഹൊറിസോണ്ടലി ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് വേറൊരു അധികാരക്രമം ഇല്ല, മനുഷ്യരുടെ മേലെ പഠിച്ചാണ്. അപ്പൊ ആ തൗഹീദിക് പാരഡൈമിൽ നിങ്ങൾ നോക്കുമ്പോൾ ഈ ടെക്സ്റ്റുകളൊക്കെ എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു ഇഗാലിറ്റേറിയൻ ആയിട്ടുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നു എന്ന തരത്തിൽ വായിക്കാം എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ അതിനോടൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അല്ലെ? സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട്. പലതരത്തിലുള്ള വിമർശനങ്ങൾ ഈ അപ്രോച്ചസിന്, ഈ ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിമർശനം ആയിട്ട് കേശിയാലി അല്ലെ നിങ്ങൾ ഇക്വാലിറ്റിയെ തിരയുന്നത്, നിങ്ങൾ എന്താ തിരയുന്നത്, സമത്വമാണ് തിരയുന്നത്. ചിലപ്പോൾ ആ ടെക്സ്റ്റിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമത്വം നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ആ ടെക്സ്റ്റിൽ അങ്ങനെ ഒരു നിങ്ങൾ കാണുന്ന ഈ ലിറ്ററൽ ഇക്വാലിറ്റി ഉണ്ടല്ലോ, അത് ആ ടെക്സ്റ്റിൽ നിങ്ങൾക്ക്, ആ ടെക്സ്റ്റിൽ ഇല്ലാത്തൊരു ഇക്വാലിറ്റി ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ തിരയുന്നത്. ഓക്കെ, നമ്മളുടെ സെൻസിബിലിറ്റി, എന്റെ സെൻസ് ഓഫ് ഇക്വാലിറ്റി തന്നെ ഈ ടെക്സ്റ്റിൽ ഉണ്ടാവണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കണം. ഒരു മോഡേൺ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ട് നമ്മൾ വാശി പിടിക്കണം, ഈ സമത്വം എനിക്ക് ടെക്സ്റ്റിൽ കണ്ടുപിടിക്കണം എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മെത്തേഡ്സിനൊക്കെ ആയിഷ ഹിദായത്തുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഈ നമ്മളെ ഹിസ്റ്റോറിസൈസിങ് അല്ലെങ്കിൽ ഇൻട്രാടെക്സ്റ്റൽ രണ്ട് മെത്തേഡ്സിനെ അവർ വിമർശിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ എന്താ ചെയ്യണേ, നിങ്ങൾക്ക് കൺവീനിയന്റ് ആയ ആയത്തുകള് മാത്രം എടുക്കുകയാണ്. ഇൻകൺവീനിയന്റ് ആയ ആയത്തുകളെ വേണ്ടാന്ന് വെച്ചിട്ട് ഏറ്റവും സൗകര്യമുള്ള ആയത്തുകളെ മാത്രം വിശകലനം ചെയ്തിട്ട് മുന്നോട്ട് വെക്കണം. അപ്പൊ ഈ ആധുനികത നമുക്ക് മുന്നോട്ട് തന്നൊരു സമത്വം, ആ സമത്വം ചിലപ്പോൾ ഈ 7th-7ാം നൂറ്റാണ്ടിൽ ഇറങ്ങിയിട്ടുള്ള ടെക്സ്റ്റില്, ഖുറാനിക് ടെക്സ്റ്റില് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കാണും. അതിന്റെ അർത്ഥം കഴിഞ്ഞോളമില്ല എന്നുള്ളതിന്റെ അർത്ഥം ആ ടെക്സ്റ്റ് ഇഗാലിറ്റേറിയൻ അല്ല എന്നുള്ളതല്ല. ആ കോണ്ടെക്സ്റ്റിൽ സെൻസ് ഉണ്ടാക്കിയിരുന്ന, ആ സാഹചര്യത്തിൽ ഒരു അർത്ഥം ഉണ്ടാക്കിയിരുന്ന, അല്ലെങ്കിൽ ഇഗാലിറ്റേറിയൻ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കും ആ ടെക്സ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ടാവുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ കോണ്ടെക്സ്റ്റിൽ അതിനെ കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സെൻസ് ഓഫ് ഇക്വാലിറ്റിയുമായിട്ട് അത് മാച്ച് ആവാത്തതാണ്. ഓക്കെ, അപ്പം യുവർ സെൻസ് ഓഫ്, അല്ലെങ്കിൽ യുവർ ഫെമിനിസ്റ്റിക് സെൻസ് ഓഫ് ഇക്വാലിറ്റി തന്നെ ഈ ടെക്സ്റ്റിൽ വേണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നതിൽ കാര്യമില്ല. അല്ലെങ്കിൽ ഇതിന്റെ ഹെർമിന്യൂട്ടിക്കലായ, അതിന്റെ
വിശകലനവുമായിട്ട് ബന്ധപ്പെട്ട പലതരത്തിലുള്ള വിമർശനങ്ങൾ ആയിഷ ഹിദായത്തുള്ള, കേശി അലി പോലുള്ളവര് ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒക്കെ ആത്യന്തികമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റുകൾ ഉണ്ടാവുന്നു, അതിന് വിമർശനങ്ങൾ ഉണ്ടാവുന്നു. പക്ഷെ നമുക്ക് പലതരത്തിലുള്ള കൺസേൺസും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇതില് ഇസ്ലാമിക് ഫെമിനിസം ഉണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ ഇസ്ലാമിക് ഫെമിനിസം എന്നുള്ളത് ഒരു വൈരുദ്ധ്യമാണോ? ഇതിനെ രണ്ടിനെയും ഒത്തുപിടിക്കാം. പലപ്പോഴും ഇസ്ലാമിക് സ്പേസസിൽ നിന്നും സെക്യുലർ സ്പേസസിൽ നിന്നുള്ള ആർഗ്യുമെന്റ് എന്ന് പറയുന്ന ഒന്നാണ്. എന്ത്? ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറയുന്നത് ഒരു ഓക്സിമോറോൺ ആണ്, ഒരു ഒരു പരസ്പര വിരുദ്ധം, അല്ലെങ്കിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയാത്ത സംഗതികളാണ്. കാരണം സെക്യുലർ സ്പേസസ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഓക്കെ, ഇസ്ലാമിന് ഒരിക്കലും എന്തുണ്ടാവില്ല, സ്ത്രീകൾക്കൊരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പ്രോ വിമൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന, സമത്വം നൽകുന്ന ഒരു സംഗതി ഇസ്ലാമിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. അപ്പൊ നിങ്ങൾ ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറയുന്നത് എന്താണ്? ഒരു നള്ളിഫൈഡ്, ഒരു കാര്യമില്ലാത്ത കാര്യമാണ് എന്നാണ് ഇവിടുന്ന് പറയുന്നത്. അതേസമയം ഇസ്ലാമിക് സ്പേസസ് എന്ന് വരുന്ന ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഇത് രണ്ടും ഒന്നിച്ചു പോവില്ല. കാരണം ഫെമിനിസം എന്ന് പറയുന്നത് ഇസ് എ വെസ്റ്റേൺ പ്രോഡക്റ്റ്, അതൊരു വെസ്റ്റേൺ തോട്ടാണ്. അതിന് എന്തുമായിട്ട്, ഇസ്ലാമിന്റെ എസെൻസുമായിട്ട് അതിന് ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ല. രണ്ട് സൈഡിൽ നിന്നും ഈ സംഗതിയെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇത് ഒന്നിച്ച് നിലനിൽക്കാത്ത സംഗതികളാണ്. പക്ഷെ അങ്ങനെ ഒരു സംഗതി ഉണ്ട് താനും. ഇനി അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? അപ്പൊ ആ തരത്തിലൊക്കെ ഉള്ള ആലോചനകൾ ആണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇതിൽ ഉണ്ടാവും, പറയാം. ഓക്കെ, ഇനി ഡിസ്കഷനിലേക്ക് പോവാം. നമുക്ക് കാര്യമായ ഒരു പ്രധാനമായും നാജിയ പറഞ്ഞത് ഒന്ന് ഇതിന്റെ ഒരു ചരിത്രാത്മകമായ ഒരു സംഗതിയാണ്. ഇതെങ്ങനെ വന്നു, എന്തുകൊണ്ട് വരുന്നു, അതിന്റെ ഒരു പൊസിഷനിങ് എവിടെയാണ്, സ്ത്രീ പുരുഷൻ എന്ന രീതിയിലുള്ള ഒരു പൊസിഷനിങ്. കെസിയാലിയാണ് തോന്നുന്നു, എനിക്ക് ആ ടെക്സ്റ്റ് ഓർമ്മയില്ല. ഒരു കഥ പറയുന്നുണ്ട്. ആ കഥ ഇങ്ങനെയാണ്, കുറച്ച് ഡീറ്റെയിലിംഗ് ഉള്ള കഥയാണ്. കഥ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന്റെ അവസാന ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്, ഒരു കോടതി വ്യവഹാരവുമായി ബന്ധപ്പെട്ട കഥയാണ്. എനിക്ക് ആ ടെക്സ്റ്റ് ഓർമ്മയില്ല. അതായത് ഒരു ഗ്രാമം, ആ ഗ്രാമത്തില് ഒരു ധനികനായ വ്യാപാരിയുണ്ട്. ഒരു 10-40 വയസ്സുള്ള ഒരാളാണ്. അയാളുടെ ഭാര്യയുണ്ട്, സുന്ദരിയാണ്, യുവതിയാണ്. പക്ഷെ ഇയാൾക്ക് ഈ ബിസിനസ് കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരം ശ്രദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്റെ ഭാര്യയുടെ വൈകാരികമായ അടുപ്പങ്ങളെയോ സ്നേഹങ്ങളെയോ പരിഗണിക്കാൻ സമയമില്ല. അങ്ങനെ ഈ ഗ്രാമത്തിന്റെ ഒരു മധ്യത്തിലൂടെ ഒരു വലിയ നദി ഒഴുകുന്നുണ്ട്. ആ നദിക്ക് അക്കരെ മറ്റൊരു ഗ്രാമമാണ്. അത് ആ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ തൊഴിലാളികളായ കുടിയേറ്റക്കാരായ, അപ്പോ കോട്ടൺ കോട്ട് ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയാണ്. അവിടെ ആളുകൾ അധികം തൊഴിലാളികളാണ്. അപ്പോ പുഴയുടെ ഇക്കരെയുള്ള ധനികരായ വീടുകളിൽ പണിയെടുക്കലാണ് അക്കരെയുള്ള തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട ജീവിത മാർഗം. അങ്ങനെ ഈ മുതലാളിയുടെ വീട്ടിലേക്ക്, ചെറുപ്പക്കാരനായ ഈ ബിസിനസ്സുകാരന്റെ വീട്ടിലേക്ക് അക്കരയിൽ നിന്നും തൊഴിലിന് വന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഇയാളുടെ ഭാര്യ പ്രണയത്തിലാകുന്നു. അങ്ങനെ അവര് പരസ്പരം കണ്ടുമുട്ടാൻ ഈ വീട്ടിൽ എന്തായാലും ആളുകളുടെ പെരുപ്പം കൊണ്ട് സൗകര്യമില്ല. അയാളുടെ വീട്ടിൽ അയാളുടെ അമ്മ, വൃദ്ധയായ അമ്മ മാത്രമേ ഉള്ളൂ. അവിടേക്ക് പോകാൻ പറ്റും. പക്ഷെ ഈ സ്ത്രീക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം കുറെ തരണം ചെയ്യണം. അങ്ങനെ ഭർത്താവ് വീട്ടിലില്ലാത്ത ഒരു ദിവസം അയാളുടെ വീട്ടിലേക്ക് ഇവൾ ക്ഷണിക്കപ്പെടുകയാണ്. നീ എന്റെ വീട്ടിലേക്ക് വാ, ഇവിടെ ആരും ഇല്ല. അപ്പോ അവിടെ ഒരു 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ആ കടവിൽ എപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന ഒരു ഭ്രാന്തനുണ്ട്, ഒരു അക്രമിയായ ഭ്രാന്തൻ. അയാൾ വയലന്റ് ആയി അവിടെ കിടന്ന ആളുകളെ രാത്രി തല്ലിക്കൊല്ലാനൊക്കെ സാധ്യതയുള്ള ഒരാളാണ്. എനിക്ക് പേടിയാണ് അയാളെ. ഞാൻ എങ്ങനെ അവിടുന്ന് തിരിച്ചു വരും? രണ്ടാമത്തെ കാര്യം, 6 മണി കഴിഞ്ഞാൽ കടവ് പൂട്ടും. പിന്നെ തോണിയില്ല, ആരും വണ്ടിയുള്ള കാലല്ല, തോണിയില്ല. ഞാൻ എന്ത് ചെയ്യും? അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ നീ ഇങ്ങോട്ട് വാ എന്ന് അയാൾ പറഞ്ഞു.
അങ്ങനെ ഇവൾ രാവിലെ മറ്റെന്തോ കള്ളം പറഞ്ഞ് അയാളുടെ വീട്ടിലെത്തി. അയാളുടെ വീട്ടിലെത്തി അവിടെ അവരുടെ പ്രണയ നിമിഷങ്ങൾ ചെലവഴിച്ച് വൈകുന്നേരമായി. 6 മണി കഴിഞ്ഞു. അവൾ പറഞ്ഞു, നീ ഇനി എന്നെ കടവിലേക്ക് കൊണ്ടാക്കിയതാ. അയ്യോ, എന്റെ അമ്മ വരാൻ സമയമായി, ഇനി എനിക്ക് വരാൻ പറ്റില്ല എന്ന് അയാൾ പറഞ്ഞു. ഈ പെണ്ണെന്ത് ചെയ്തു? പക്ഷെ 6 മണിക്ക് ശേഷം അവളുടെ ഭർത്താവ് അവളുടെ വീട്ടിലെത്തും, അവൾക്ക് പോയേ തീരൂ. അങ്ങനെ അവൾ രണ്ടും കൽപ്പിച്ച് തന്റെ കാമുകന്റെ അവഗണന സഹിച്ച് അവൾ ഈ കടവിൽ കൂടെ കിട്ടിയ തോണി ഒറ്റക്ക് തുഴഞ്ഞു പോകാൻ വേണ്ടി വരിക. കടവിൽ വെച്ച് സ്വാഭാവികമായും ആ മദ്യപനായ ഭ്രാന്തനുമായി ഇവൾ ഏറ്റുമുട്ടേണ്ടി വരുന്നു. കടവില് തോണി കുത്തിവെച്ചിരുന്ന ആ ഒരു കമ്പുണ്ടാവുമല്ലോ, ആ കമ്പെടുത്ത് ഇവൾ ആ പ്രാണരക്ഷാർത്ഥം ഇയാളുടെ തലയിൽ ആഞ്ഞടിക്കുന്നു. അയാൾ സ്പോട്ടിൽ മരിക്കുന്നു. ഇവൾക്ക് തോണി ഒഴുകി പോയി, ഇവൾക്ക് അക്കരെ കടക്കാൻ പറ്റാതെയാകുന്നു. നാട്ടുകാരൊക്കെ വിവരം അറിഞ്ഞ് ഇവളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നു. ഈ കോടതിക്ക് മുമ്പിൽ ഈ വിഷയം എത്തി. അപ്പോ ഇനി അവർ കെസിയ അലി ഈ കഥ പറഞ്ഞതിന് ശേഷം ചോദിക്കുകയാണ്, ഈ സംഭവത്തിൽ ആരാണ് യഥാർത്ഥ പ്രതി? ഞാൻ ജെൻഡർ ഇല്ലാത്തൊരു വാക്ക് ഉപയോഗിക്കുന്നത്. ആരാണ് യഥാർത്ഥ പ്രതി? പറയേ. ഭർത്താവാണ് യഥാർത്ഥ പ്രതി എന്ന് ഫൗസിയ പറയുന്നു. ഭർത്താവാണ് യഥാർത്ഥ പ്രതി. ആണുങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എങ്ങനെ എങ്ങനെ യാസർ എങ്ങനെ പ്രാന്തനാണ് പ്രതി. ഭ്രാന്തൻ മാത്രമല്ല, ഈ കേസ് ഷീറ്റിൽ അവർ അവതരിപ്പിക്കുന്ന കുറെ കേസിന് പ്രതികളുടെ ലിസ്റ്റ് ഉണ്ട്. ഒന്ന്, ആ ഭ്രാന്തനെ പിടിച്ചു കെട്ടാത്ത അവിടുത്തെ പഞ്ചായത്ത് അധികൃതർ. രണ്ട്, അവിടെ വേണ്ടത്ര ലൈറ്റ് സ്ഥാപിക്കാത്ത വിദ്യുത് ശക്തി വകുപ്പ്. രാത്രിയിൽ യാത്രാ സൗകര്യം ഒരുക്കാത്ത ഗതാഗത വകുപ്പ്. ഇങ്ങനെയൊക്കെ അവരുടെ ഒരു വലിയ ലിസ്റ്റ് ഇടുന്നുണ്ട് കെസിയാലി. പ്രതി ആ സ്ത്രീ അല്ലാത്ത എല്ലാവരും പ്രതികളാണ്. ഓക്കെ, ശരി. സോറി, ഞാൻ പറയട്ടെ. അതെ, ഇത് 3 ഇപ്പൊ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു വലിയ വിഷയങ്ങളുടെ ഒരു ചിത്രം ഈ കഥയുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഒന്ന്, വ്യവസ്ഥയാണ് ഇതിന്റെ പ്രതി. അതാണ് നമ്മള് വിദ്യുത് ശക്തി വകുപ്പ്, പ്രകൃതി, തോണി, പാലം കെട്ടാത്ത മറ്റേ അതൊക്കെ പറയാം, അധികാരികൾ, അത് വ്യവസ്ഥ, പ്രശ്നക്കാർ. ഈ ഓക്കെ, ഇപ്പൊ കിട്ടുന്നുണ്ടോ? ഓക്കെ. അപ്പോഴ് ഒന്ന്, അധികാരം, വ്യവസ്ഥ എന്നുള്ള കാര്യം. രണ്ടാമത്തേത് അത് പലതരം ആളുകൾ. ഒന്നാ കാമുകൻ, ഭ്രാന്തൻ, ബിസിനസ്സുകാരൻ, ഇങ്ങനെ തുടങ്ങി അവളെ ആരും കാണാതെ പുറത്തുവിട്ട ആ വീട്ടിലെ വേലക്കാർ അടക്കം, അയാളെ വേണ്ട സമയത്ത് കെട്ടിച്ചുകൂടാത്ത അയാളുടെ കുടുംബക്കാർ അടക്കമൊക്കെ ഇതിലെ ആൺകള്. പിന്നെ പെണ്ണ്, ഇവൾക്ക് എന്താ ആ ഭർത്താവ് പോരെ, എന്തിന് വേറൊരാളെ തേടി ഇറങ്ങണം? ഒറ്റയ്ക്ക് ഗ്രാമം കടന്നു പോയത് തെറ്റല്ലേ? ഇനി കടന്നു പോയാലും വൈകുന്നേരം വരെ അവളെ ചെലവഴിക്കാൻ പാടുണ്ടോ? അവൾക്ക് എന്താ അവളെ സുരക്ഷിതത്തെ കുറിച്ചൊരു ബോധം ഇല്ലേ? ഇനി വഴിയിൽ വെച്ച് ഭ്രാന്തൻ ആക്രമിച്ചാലും അവൾ തിരിച്ചങ്ങോട്ട് അടിക്കാൻ പാടുണ്ടോ? ഒരാണല്ലേ? ഇങ്ങനെ തുടങ്ങി സ്ത്രീയെ പ്രതിയാക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് വേറെ. ഇതിന് ഉത്തരം കെസിയാലി പറയുന്നില്ല. നമ്മുടെ ഒരു സ്ത്രീ എന്ന ഒരു പൊസിഷനോടുള്ള പലതരം മനോഭാവങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു കഥയായിട്ടാണ് അവരിതിനെ കാണുന്നത്.
അപ്പൊ ഇന്നലെ പുരാണങ്ങൾ ഇതിഹാസങ്ങളൊക്കെ നമ്മൾ കുറെ റീറീഡ് ചെയ്ത് നമ്മൾ കുറെ ചിരിച്ചു. ഖുർആൻ അങ്ങനെ റീറീഡ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇന്നലെ ഇരുന്ന് ആലോചിച്ച നാളെ ഇപ്പൊ നിങ്ങൾ എന്താ ചിരിക്കുക? നാളെ ഞാൻ ഇന്നലെ ഇരുന്ന് ആലോചിച്ച ഒരു കാര്യം, ഇന്നലെ മഹാഭാരത രാമായണൊക്കെ റീറീഡ് ചെയ്തപ്പോ നമ്മൾ ചിരിച്ചു. ഓക്കെ. ഞാൻ ഇപ്പോ ഇതില് നമ്മളെ ഈ പുസ്തകത്തിൽ പറയുന്നത് സുലൈഖ യൂസുഫ് കഥ, ആ കഥയെ റീറീഡ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? ഒന്ന് അഴിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? സുലൈഖ യൂസുഫ് പ്രണയ കഥയിലെ ആരാണ് കുറ്റക്കാരൻ ഓർ കുറ്റക്കാരി? അതിനെ ഭയങ്കരമായിട്ട് ഈ സ്ത്രീവാദ അറിയില്ല ആ വിഷയം. സ്ത്രീവാദികൾ വളരെയധികം റീറീഡ് ചെയ്ത ഖുർആനിലെ ഒരു കഥയാണ് സുലൈഖ യൂസുഫ്. യഥാർത്ഥത്തിൽ സ്ത്രീകൾ ഇങ്ങനെയാണ് എന്നുള്ള ഡയലോഗ് ഉണ്ട് അല്ലെ? അവർ എന്താണ് കൈത് കുന്ന ഇന്ന കൈതി കുന്ന എന്താ യാസറെ അവയും അവരുടെ കുതന്ത്രം മഹാബടക്കാണ്. അതെ അതെ, ഇത് പറയുന്നത് അവിടുത്തെ രാജാവാണ്. അതൊരു കഥാപാത്രത്തിന്റെ ഒരു സംഭാഷണം മാത്രമാണ്. അത് ഖുർആൻ അതിന് ഓൺ ചെയ്യുന്നില്ല, അള്ളാഹു ഓൺ ചെയ്യുന്നില്ല. അതൊരു കഥാപാത്രത്തിന്റെ സംഭാഷണമാണ്. അതും ഈ പെണ്ണിന്റെ ഭർത്താവ് പറയാണ് ഈ പെണ്ണുങ്ങളുടെ കുതന്ത്രം ഭയങ്കരമാണ് കേട്ടോ എന്ന്. പക്ഷേ അതിനുശേഷമുണ്ടായ എല്ലാ മുഫസ്സിറുകളും അതിനെ ഒരു ഖുർആൻ ആയത്തായി കണ്ട് സ്ത്രീകൾക്ക് പൊതുവെ കുറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട്, അവർ കുതന്ത്രം പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന അർത്ഥത്തിലാണ് കുറെ മുഫസ്സിറുകളുടെ പേര് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവരൊക്കെ അതിനെ കൈകാര്യം ചെയ്ത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഉദ്ദേശിച്ചിട്ടുണ്ടോ സംശയമാണ്. അതൊരു കഥാപാത്രത്തിന്റെ സംഭാഷണ ശകലമാണ് എന്ന് മാത്രമല്ല, സുലേഖ എന്ന കഥാപാത്രം യഥാർത്ഥത്തിൽ തെറ്റുകാരിയാണോ എന്നുപോലും ഖുർആനിന്റെ ആയത്തുകളെ വെച്ചിട്ട് വളരെയധികം ഇപ്പൊ ഖുർആനിന്റെ മൂന്ന് മെത്തഡോളജി നാജിയെ പറഞ്ഞല്ലോ റീറീഡ് ചെയ്യുന്നത്. ഒന്ന്, ആ ഖുർആനിന്റെ സന്ദർഭത്തെ എടുക്കുക, സന്ദർഭത്തെ ഒഴിവാക്കിയിട്ട് ഖുർആൻ അവതരിപ്പിക്കുന്ന പ്രാപഞ്ചിക വീക്ഷണത്തെ മുൻനിർത്തി അത് നീതിയാണ്, കരുണയാണ്, അല്ലെങ്കിൽ പരിഗണനയാണ്. ഇപ്പോ ഒന്നിലധികം വിവാഹം കഴിക്കാൻ പറയുന്നിടത്ത് ഒക്കെ അവിടെ ഖുർആൻ അവിടെ അവതരിപ്പിക്കുന്ന മനുഷ്യരോട് അവതരിപ്പിക്കുന്ന ദർശനം എന്താണ്? അതാണ് നേരത്തെ യൂണിവേഴ്സൽ എന്ന് നാജിയ പറയുന്നത്. അതിന് പ്രാപഞ്ചിക ബോധമുണ്ട്, അതിനെ മാത്രം എടുക്കുക. അതാണ് അതിന്റെ ഫിഖ്. ആ പ്രാപഞ്ചിക ബോധത്തെ ഉൾക്കൊള്ളലാണ് അതിലെ ഫിഖ്. രണ്ടാമത്തത് രാജിയ പറഞ്ഞത് അതിന്റെ ഇന്റർടെക്സ്റ്റൽ ആയിട്ടുള്ള, നിങ്ങൾ അവരെ അടിക്കൂ, വറബ എന്ന പദം ഖുർആനിൽ മറ്റെവിടെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തരാം എന്നുള്ളത് എന്താ ജാസ്ര, എനിക്ക് ഖുർആൻ ഉദ്ധരിക്കാൻ അറിയാം. മഗ്രിബ് ലഹും മസല, അവിടെ വറബ എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ചത്. മഗ്രിബ് ലഹും മസല, അവർക്കൊരു ഉദാഹരണം വിവരിച്ചു കൊടുക്കൂ. അപ്പോ വറബു, നിങ്ങൾ സ്ത്രീകളെ അടിക്കൂ എന്നുള്ളടത്ത് അവിടെ അടിക്കൂ എന്നുള്ള അർത്ഥം എടുത്തു, ഇവിടെ പറയൂ, മനസ്സിലാക്കി കൊടുക്കൂ, വിശദീകരിച്ചു കൊടുക്കൂ എന്നുള്ള അർത്ഥം എടുത്തു. എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ആ കാര്യം മനസ്സിലാക്കി കൊടുക്കുന്നുള്ള അർത്ഥം ഇവിടെ എടുത്തൂടാ? അത് ഖുർആൻ ഇന്റർടെക്സ്റ്റൽ ആയിട്ട് കാണുക. ഖുർആനിനെ ഒരു വാക്കിനെ ഖുർആൻ എവിടെയൊക്കെ വെച്ചിട്ടുണ്ട്, ആ അർത്ഥത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, അതിനെ ഈ അർത്ഥത്തിൽ എടുത്തൂടെ എന്ന് പറയാം. മൂന്നാമത്തെ അതിന്റെ തൗഹീദീപരമായ അള്ളാഹു മനുഷ്യൻ, നല്ലൊരു പോയിന്റാണ് രാജിയെ പറഞ്ഞത്. ഇന്നലെ പറഞ്ഞില്ലേ, ഇന്നലെ രണ്ടുപേര് സംസാരിച്ച് പറഞ്ഞു ആ ഹയറാർക്കി, ആ ഗേഡ് ഇനീക്വാലിറ്റി, അതായത് താഴെ കീഴാളർ, അതിന്റെ മുകളിൽ തീയന്മാര്, അതിന്റെ മുകളിൽ നായന്മാര്, അതിന്റെ മുകളിൽ നമ്പൂരികള്, അതിന്റെ മുകളിൽ ഭട്ടന്മാര്, ഇങ്ങനെയുള്ളൊരു ഹയറാർക്കിയാണ് പുരാണങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഖുർആൻ അങ്ങനെയല്ല. നിങ്ങളെ ഞാൻ സമൂഹങ്ങളും ജാതികളുമായി വിഭജിച്ചിട്ടുണ്ട്, അത് ഇങ്ങനെയാണ്. അതിന് ഒന്നിന്റെ മുകളിൽ ഒന്നല്ല, ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പേറി നിൽക്കുകയല്ല. അള്ളാഹു മാത്രമാണ് എല്ലാവരെയും താങ്ങി നിൽക്കുന്നത്. ഇന്നലെ ഖുർആനിന്റെ സമത്വ വീക്ഷണം, ഇങ്ങനെ നമ്മൾ ഇസ്ലാമിക ഫെമിനിസത്തെ ഒരു കാലത്ത് കണ്ടിരുന്നതിൽ നിന്നും അതെന്തോ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വന്ന ഒരാശയമാണ്. ഈ നമ്മുടെ ഇസ്ലാമിക ഫെമിനിസം എന്ന പുസ്തകത്തിൽ ഉമ്മുൽ ഫായിസ ചോദിക്കുന്നുണ്ട്, ഇസ്ലാമിസ്റ്റുകൾ അതിലെ ഫെമിനിസം എന്ന വാക്കിനെയും ഫെമിനിസ്റ്റുകൾ അതിലെ ഇസ്ലാം എന്ന വാക്കിനെയും ഒരുപോലെ ആക്രമിച്ചു. അത് നേരത്തെ നാജിയ പറഞ്ഞില്ലേ, യൂണിവേഴ്സിറ്റിക്കകത്ത് ഞാൻ ഫണ്ടമെന്റലിസ്റ്റും ഇത് ഉന്നയിക്കുന്ന മതത്തിനകത്ത് ഞാൻ ഫെമിനിസ്റ്റുമായി പോകുന്നു.
ഇസ്ലാമിക ഫെമിനിസം എന്നൊരു കോയിനേജിന് അത്തരം ഒരു തീർപ്പ് രണ്ടുപേരും കൽപ്പിച്ചു എന്നുള്ളത്. നാജിയയുടെ അവതരണം ഒരു പ്രാഥമികമായി അവസാനിച്ചിട്ടുണ്ട്. ഇനി ഈ വിഷയത്തിലുള്ള ചർച്ചയാണ് നമുക്ക് എല്ലാവർക്കും സ്വീകരിച്ചുകൊണ്ട് നാജിയ ഇടപെട്ടുകൊണ്ട് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം. അല്ല, ജമീൽ സാബ് പറഞ്ഞതിനോട് കണ്ടിന്യൂസ് ആയിട്ടാണ് ഈ അസീസ അൽ ഹിബരി എന്ന് പറഞ്ഞ അവര് അരിജാല് ഖവാമൂന എന്ന് പറഞ്ഞതിന് അവര് ചോദിക്കുന്നത് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാത്തൊരു ഭർത്താവിനെ കവ്വാമൂനായിട്ട് കൂട്ടണോ? അയാൾക്ക് ഖിവാമ ഈ പറഞ്ഞ കൈകാര്യ കർത്തൃത്വം അയാൾക്ക് ഉണ്ടോ? അപ്പൊ അതിനെ എങ്ങനെ നമ്മൾ സമീപിക്കും ഈ സംഗതിയെ? അപ്പൊ നിങ്ങൾക്ക് കൈകാര്യകർത്തൃത്വം ഏൽപ്പിച്ചു കൊടുക്കുന്നത് അതിന്റെ കൂടെ റെസ്പോൺസിബിലിറ്റിയും കൂടി ഉണ്ടാവുമ്പോഴാണല്ലോ. അപ്പൊ ആ അല്ലെങ്കിൽ ഇനി ലോകത്തുള്ള എല്ലാ പുരുഷന്മാർക്കും എന്റെ മേലെ ഖിവാമ ഉണ്ടോ? അതങ്ങനെ ഒരു യൂണിവേഴ്സൽ ഓക്കെ സ്ത്രീകളുടെ മേൽ പുരുഷന്മാർക്ക് കൈകാര്യകർത്തൃത്വം ഉണ്ട് എന്നാണോ? ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഇവര് ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഒരു ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടോക്കാണ് റിജാല് കവ്വാമൂന അല്ലെ നിസ എന്ന് പറയുന്നത്. അതെ അതെ, ഫാമിലിയിൽ ഒരു ഘടനയിൽ അല്ല, ഞാൻ പറഞ്ഞ ഫാമിലിയുടെ ഒരു ഘടനയിൽ കവ്വാമൂന. പിന്നെ കവ്വാമൂന എന്ന് പറയുന്നത് ഡോമിനന്റ് ആണ് എന്നൊരു അർത്ഥത്തിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എൻ്റെ ഒരു കാര്യം പറയണം, ഡോമിനന്റ് ആണ് എന്ന അർത്ഥത്തിലല്ല, പൊതുവെ ഒരു നിലനിൽപ്പിന്റെ ഭാഗമായിട്ടാണ് ശരി കവാമെന്നുള്ള വാക്ക് എനിക്ക് തോന്നുന്നു ഖുർആനിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ ഈ നിലനിൽപ്പിന്റെ ഒരു ഭാഗം. അപ്പൊ ഒരു ഘടന ഉണ്ടാവുമല്ലോ ഓട്ടോമാറ്റിക്കലി. ഫാമിലി എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അതിന് സ്വാഭാവികമായിട്ട് ഒരു ഘടന ഉണ്ടാവും. അല്ലാതെ ഒരു പുരുഷൻ സമൂഹത്തിലെ എല്ലാ സ്ത്രീകളുടെ മേലിലും അധികാരമുള്ള ഒരാളാണ് എന്ന വാക്കിന് അർത്ഥമല്ല എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറയട്ടെ. റിജാല് ഖവാമൂന നിസ എന്ന് പറഞ്ഞാല് നമ്മൾ തെറ്റായി ധരിച്ചാണ്. അങ്ങനെയല്ല അതിന്റെ അർത്ഥം. ഡോമിനന്റ് അധീശാധികാരം സ്ഥാപിക്കുന്ന ശക്തി എന്നല്ല, കൈകാര്യകർത്തൃത്വം എന്നാണ്. അതിന്റെ ഡീൽ ചെയ്യുന്നത്, കോപ്പ് ചെയ്യുന്നത്, അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് മാത്രം പുരുഷന്മാർ എന്ന അർത്ഥം വരാം. ഡോമിനന്റ് പാർട്ടി എന്ന അർത്ഥം ഇല്ല. സലാം സാഹിബ് പറഞ്ഞില്ലേ, അതാണ് നാജിയ നേരത്തെ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഭാര്യയെ സംരക്ഷിക്കാത്ത, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാത്ത ഒരു ഭർത്താവിന് ആ ഡോമിനന്റ് പദവി നഷ്ടപ്പെടുമോ? അതെ, അതിന്റെ ഉത്തരം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കേവലം അരിജാലു ഖവ്വാമൂന അലൻ നിസ എന്ന് പറഞ്ഞ് നിർത്തില്ല. ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്, പ്രകൃതിപരമായി സ്ത്രീയും പുരുഷനും തുല്യമല്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ ഒരു ഫളല് അള്ളാഹു പുരുഷന് നൽകിയത് കൊണ്ടാണ് സ്ത്രീയുടെ മേൽ ആ ഒരു ഡോമിനന്റ് എന്നോ അല്ലെങ്കിൽ മറ്റെന്ത് പദം പ്രയോഗിച്ചാലും ഇതാണ് ഒരു കാര്യം. വബിമാ അൻഫഖു മിൻ അംവാലിഹിം, രണ്ടാമതാണ് പറയേണ്ടത്. രണ്ടാമത് അവർ ചിലവ് കൊടുക്കുകയും ചെയ്യുന്നു. അല്ലാണ്ട് കേവലം ചിലവ് കൊടുക്കുന്ന ആളാണ് ഡോമിനൻസ് എന്ന അർത്ഥത്തിലല്ല. ഒന്ന്, അപ്പൊ ഇത് പ്രകൃതിപരമായി അതൊരു വസ്തുതയാണ്. മാത്രമല്ല, നിങ്ങൾ 3 പേര് യാത്ര പോവുകയാണെങ്കിൽ ഒരാൾ ലീഡർ വേണം. അപ്പൊ 2 പേർ ലീഡർ ആയി കഴിഞ്ഞാൽ ലൗകാനത്തിൽ ആലിഹത്തു ഇല്ലല്ലാ ഫസദത്ത. അപ്പൊ ലീഡർ 2 പേരുണ്ടെങ്കിൽ അത് ഫസാദായി പോകും എന്നത് ആകാശത്തിന്റെയും ഭൂമിയുടെയും വിഷയം മാത്രമല്ല, തനിമയുടെ വിഷയത്തിലും എല്ലാ വിഷയത്തിലും. അതുകൊണ്ടാണ് ഒരു അമീർ കഴിഞ്ഞ പിന്നെ അസിസ്റ്റന്റ് ആണ്. 2 ആളും DGP ആയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടോ? അപ്പൊ ഒരു ADGP അതിന്റെ താഴെ വരുന്നു. ഇത് ഒരു വിഷയം. നേരത്തെ താങ്കൾ പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? അതൊരു മൂലയിൽ ഒരു ടോയ്ലറ്റ് പോലെയുള്ള ഒരു സംവിധാനം. അതിനെതിരെ നിങ്ങൾ ശബ്ദിക്കണം. കാരണം മുഹമ്മദ് നബി പഠിപ്പിച്ച ദീനിൽ അതില്ല. മുഹമ്മദ് നബിയെ പഠിപ്പിച്ച ദീനിൽ സ്ത്രീകൾക്കൊരു വാതിൽ, പുരുഷന്മാർക്ക് വേറെ വാതിലില്ല. പ്രവാചകന്റെ മദീനയിൽ എല്ലാവരും ഒറ്റ ഡോറിലൂടെ കടന്നിരുന്നത്, ഒരേ സൊഫില നിന്നിരുന്നത്. പക്ഷെ നിൽക്കുമ്പോൾ ആദ്യം പുരുഷൻ, പിന്നെ കുട്ടികൾ, പിന്നെ പെൺകുട്ടികൾ, പിന്നെ സ്ത്രീകൾ. അതില് തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വരണം. പിന്നെ ലേറ്റ് ആയിട്ട് വന്നവർക്കൊക്കെ ഉള്ള വേറെ. എന്നിട്ട് റസൂല് പറയുന്നുണ്ട് ആദ്യം സ്ത്രീകൾ പോകണം, അവർ ശേഷം പുരുഷന്മാർ പോകാവൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ അർത്ഥത്തിൽ ആ സംവിധാനം ചെയ്യണം. ഇനി സ്ത്രീകൾക്ക് വേറെ സംവിധാനം വേണമെങ്കിൽ ആ സംവിധാനം പുരുഷന്മാർക്ക് പ്രവാചകൻ പ്രൊവൈഡ് ചെയ്തതുപോലെ തന്നെ വേണം എന്ന വാദം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉന്നയിക്കാവുന്നതാണ്. മറ്റത് ഈ അർത്ഥത്തിൽ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് താങ്കൾ പറഞ്ഞത്. വേറൊരു സംഭവം അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. യൂസുഫ് നബിയുടെയും അതുപോലെ തന്നെ സുലൈഖയുടെയും വിഷയത്തിൽ ഖുർആൻ ഒരാളെ മാത്രമല്ല കുറ്റപ്പെടുന്നത്. വലഖദ് ഹമ്മത് ബി വഹമ്മ ബിഹ, യൂസുഫിന് സുലൈഖയോട് ഒരു മനസ്സ്, അവരോട് ഒരു ആഗ്രഹമുണ്ടായി. വലഖദ് ഹമ്മ ബിഹ വഹമ്മത് ബിഹി,
സുലൈഹക്ക് തിരിച്ചുണ്ടായി. കേവലം സുലൈഹക്ക് ഉണ്ടായി എന്നല്ല ഖുർആൻ പറയുന്നത്, രണ്ടു പേർക്കും പരസ്പരം ആ മനോഭാവം ഉണ്ടായി എന്ന് തന്നെയാണ് ഖുർആൻ പറയുന്നത്. ഹലോ, ഈ പറഞ്ഞതിൽ ഒരു ശരിയുണ്ട്. താഴേക്ക് ഓതണം എന്ന് പറഞ്ഞാല് അള്ളാന്റെ പ്രത്യേകമായ കൃപയോ അല്ലെങ്കിൽ തണലോ ഉണ്ടായിരുന്നില്ല എങ്കിൽ യൂസുഫിന് അങ്ങോട്ടും ഭ്രമം ഉണ്ടാകുമായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ലാസ്റ്റ് പറഞ്ഞിട്ട്. അങ്ങനെയല്ല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ലൗല അതില് യൂസുഫ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അതിൽ ഒമാ ഉപരി ഉനഫ്സി, ഞാൻ നിഷ്കളങ്കനാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഇന്ന നഫ്സല അമ്മാർത്തും ബിസു ഇല്ലാമാ റഹ്മ റബ്ബി, ഏത് മനസ്സിനും ഈ ഒരു വ്യതിയാനം ഉണ്ടാവും, റബ്ബ് എന്നോട് കരുണ കാണിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നാണ് ആ പ്രയോഗം. ഇവിടെ ശരിക്ക് ഒരു ഖുർആൻ അല്ല ഉള്ളത്. 4 തരം ഖുർആൻ നമ്മൾ കാണണം. അതൊന്ന് അത് അള്ളാഹ്ക്ക് മാത്രം മനസ്സിലാകുന്ന അത് വേറൊരു ഖുർആനാണ്, അത് നമുക്ക് മനസ്സിലാവില്ല. രണ്ടാമത്തത് പ്രവാചകന് മനസ്സിലാവുന്ന ഒരു ഖുർആൻ, പിന്നെ അറബികൾക്ക് കുറേശികൾക്ക് തിരിയുന്ന ഒരു ഖുർആൻ. ഇത് മൂന്നും അല്ലാത്തൊരു ഖുർആനെ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മൾ ഖുർആൻ ആ നിലയിൽ കാണുന്നില്ല. ഉദാഹരണം പറഞ്ഞാല് യൂസുഫിന്റെ കഥ ഇവിടെ വളരെ മനോഹരമായി വ്യാഖ്യാനിച്ചു. അത് അന്ന് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരു കഥ പറയട്ടെ എന്നാ. നല്ല കഥ, ഞങ്ങളുടെ കഥ പറയാൻ പോകുന്ന നല്ല കഥയാണ്. ഈ കഥക്കൊരു പ്രശ്നമുണ്ട്. കഥയിൽ വസ്തുസ്ഥിതി യാഥാർത്ഥ്യമല്ല നിലനിൽക്കുക, അതിൽ ഭാവന പ്രവർത്തിക്കും. അത് അള്ളക്കറിയാം മനുഷ്യരിങ്ങനെയൊക്കെയാണെന്നുള്ളതും അവനൊരു വസ്തുസ്ഥിതി യാഥാർത്ഥ്യത്തിന്റെ ലോകത്ത് മാത്രം പ്രവർത്തിക്കാൻ അസാധ്യതയുള്ള ഒരാളാണ് എന്നും അവനൊരു ഭാവനയുടെയും ഭാവുകത്വത്തിന്റെയും ഒരു മണ്ഡലവും കൂടി സമാന്തരമായി സഞ്ചരിക്കുന്നുണ്ട് എന്നും അള്ളക്കറിയാം. അത് പൂരിപ്പിക്കുകയാണ് അള്ള ചെയ്യുന്നത്. ഞാൻ ഒരു കഥ പറഞ്ഞത്. എന്ത് കഥ? നല്ല കഥ. എന്നിട്ട് പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഹുക്കുമ് പോയി തപ്പരുത്, അത് കഥയായി തന്നെ കാണണം, അതിൽ ഭാവനയുണ്ട്. ആ രീതിയിൽ അത് കാണാവൂ എന്നാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു സംഗതി, ഇത് ഈ ഡൊമിനൻസി എന്ന് പറയുന്നത്, ആരാണ് മേൽക്കൈ നേടുന്നത് എന്നുള്ളത്, അത് പുരുഷൻ എന്നുള്ളത് കേവലമായ ഒരു ജാമിതീയ യന്ത്രങ്ങളുടെ രൂപങ്ങളിൽ മാത്രം നിർണയിക്കപ്പെടുന്ന ഒന്നല്ല. ആരാണോ ശേഷിയുള്ളത് അത് തന്നെയാണ് പുരുഷൻ എന്ന, അത് സാധ്യതയുടെ ഒരു പ്രയോഗം എന്ന അർത്ഥത്തിലാണ് അത് അള്ള പറഞ്ഞിട്ടുള്ളത്. അതിൽ സ്ത്രീയാണ് ഒരു മണ്ണും ചാണകവും തിരിയാത്ത കൊണ്ട് കൂടെ മനോഹരമായി കുടുംബജീവിതം തള്ളിപ്പോക്കുന്ന സമർത്ഥയായ സ്ത്രീകളെ കാണാം. ഇവിടെ ആരാണ് പുരുഷൻ എന്ന് വെച്ചാൽ ഓളിന്നെയാണ് പുരുഷൻ, ഓക്ക് പറയേണ്ട പേരാണ് പുരുഷൻ. ഇങ്ങനെ സമീകരിച്ചു പോയാൽ ഇത് നമുക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു ഖുർആനെ വെച്ചിട്ട് നമ്മൾ കളിച്ചാൽ ഭയങ്കരമായ അപകടം ഉണ്ടാവും. അപ്പോഴാണ് ഈ ഫെമിനിസം വരിക. ഫെമിനിസം എന്ന് ആ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കേണ്ടതില്ല. ഖുർആൻ വളരെ സരളമായി മനുഷ്യ ജീവിതത്തെ പരിചരിക്കുന്നുണ്ട്. ഈ പരിചരണത്തിൽ വിടരുന്ന ഒരു നീതിബോധവും ഒരു കരുണയും തന്നെയാണ് അതിന്റെ ഹൈറാർക്കിയെ നിർണയിക്കുന്നത്. ഈ നിർണയത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ചാൽ ഒരു ഫെമിനിസവും യഥാർത്ഥത്തിൽ പ്രശ്നമല്ല. ഒരു കാര്യം ഇതുവരെ പറഞ്ഞതിനെ രാജിയും ഞാനും പ്രതികരിക്കും. അതിനുശേഷം അടുത്ത ഡിസ്കഷനിലേക്ക് പോകുന്നു. എല്ലാം കൂടി പറഞ്ഞ പിന്നെ അവസാനം അത് ജാമാവും. ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യേണ്ടി വരും, ഒരു നിയന്ത്രിക്കുന്ന ആളെന്നുള്ള അർത്ഥത്തില് എന്നാ ഇവിടെ വന്ന് സംസാരിക്കുക എന്നാക്കേണ്ടി വരും. ഓക്കെ. എന്താ രാജ്യം ചെയ്യേണ്ടത്? ഇപ്പൊ ഇതുവരെ പറഞ്ഞതിനുള്ള ഒരു പ്രതികരണം. പറയാൻ വന്ന പോയിന്റ് മറന്നേ. അല്ല, എല്ലാരും അതായത് ഇതില് ഈ പറഞ്ഞ ഇതിൽ നമുക്ക് ഒരു തീർപ്പിലെത്താനൊന്നും കഴിയില്ല. ആ തീർപ്പിൽ ഇതുവരെ എത്തിയിട്ടുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഓരോരുത്തർക്കും ഈ കാര്യത്തില് വീക്ഷണങ്ങൾ വേറെ വേറെ ഉണ്ട്, ഇതിലേറെ ഉണ്ട്. അപ്പോ അതിൽ നമുക്കൊരു തീർപ്പിലെത്തുക എന്നുള്ളത് സാധ്യമല്ല. ഞാൻ പറയാൻ വന്നതാണ്. അപ്പൊ കേശാലി പറയുന്നുണ്ട്, നിങ്ങൾ നീതിക്ക് ഒരു പ്രീ കണ്ടീഷൻ ആയിട്ട് നിങ്ങൾ ഇക്വാലിറ്റി വെക്കണം എന്നില്ല. സമത്വം എന്നുള്ളത് ജസ്റ്റിസിന്റെ എന്തല്ല ഒരു ഓക്കെ, ഇക്വാലിറ്റി വന്നെങ്കിലേ നീതി ഉള്ളൂ എന്നുള്ള നിങ്ങളെ മോഡേൺ കോൺസെപ്ഷൻ ഒന്ന് മാറ്റിയാൽ
കുറെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. ഈ അതായത് നീതി വരണമെങ്കിൽ ആദ്യം സമത്വമാണ്, ഈ ലിറ്ററൽ ഇക്വാലിറ്റി വേണം എന്നുള്ള, അതാണ് എനിക്ക് മൊത്തത്തിലുള്ള ഒരു റെസ്പോൺസ് ആയിട്ട് തോന്നുന്നത്. അല്ലാതെ നിങ്ങൾ പറഞ്ഞ വ്യത്യസ്ത പൊസിഷൻസിനോട് അത് ഞാൻ എന്ത് റെസ്പോണ്ട് ചെയ്താലും അത് വേറൊരു പൊസിഷനേ ആവുള്ളൂ. അല്ലാതെ ഈ കാര്യത്തിൽ നമുക്ക് ഈ ഫള്ളലൊക്കെ ഇവരെ ഓരോരുത്തരും വ്യത്യസ്ത തരത്തിൽ അതിനോട് ഇവർ പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ വ്യത്യസ്തമായ പ്രതികരണങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവും. പക്ഷെ അതിൽ നമുക്ക് തീർപ്പിലെത്തുക എന്നുള്ളത് സാധ്യമല്ല. അതില് ശരി പറഞ്ഞുള്ള ഒരു പ്രശ്നമായി. നിങ്ങൾ ആ ആയത്തൊന്നും കൂടെ ഓതി. അതായത് അരിജാലു അലനിസാ. ഈ ബാളും അല ബാളും എന്നുള്ളതിന് അത് ഞാൻ ചോദിക്കുന്ന ചോദ്യമല്ല, ആമിനാവത്ത് ചോദിക്കുന്ന ചോദ്യമാണ്. അല്ലല്ല, അതിന് ആമിനാവത്ത് ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ്. ബാളുഹും അല ബാളിൻ എന്നുള്ളതിന് എന്തുകൊണ്ടാണ് നിങ്ങൾ സ്ത്രീകളെക്കാൾ മുകളിൽ പുരുഷൻ എന്നുള്ള വളരെ ജനറൽ ന്യൂട്രൽ ആയ ഒരു സാധനം ഉപയോഗിച്ചെടുത്ത് സ്ത്രീകളെക്കാളും അധികം പുരുഷൻ എന്നുള്ള അർത്ഥം ആര് നൽകി എന്നാണ്? അതെ, ചിലർക്ക് ചിലരെക്കാൾ എന്ന് പറഞ്ഞത് സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ, അതെങ്ങനെ ആ ഒരു അർത്ഥം എവിടുന്ന് കിട്ടിയെന്നാണ്? അതെ, അത് പറഞ്ഞത് കൊണ്ടെന്ന് പറഞ്ഞാണ്ട് അതിനാണ് കവ്വാമൂനം വിശദീകരിച്ചത്. ആ കവ്വാമൂനം വിശദീകരിച്ചപ്പോ അതിനെതിർക്കാനാണ് ബാബുവും അലാബാബും പറഞ്ഞത്. അല്ല, എതിർക്കാനല്ല, അതിനെ വിശദീകരിക്കാൻ. അതെ, അള്ളാഹു ചെയ്തത് ഇങ്ങനെയാണ്. അപ്പൊ അതാണ് നാജിയ പറഞ്ഞത്. എന്താ അറിയോ? ആരാണോ വീടിന്റെ കൈകാര്യം കർത്തൃത്വം നടത്തുന്നത് അവർ കവിയെ, അതാ അതാണ് അവരാണ് റിജാൽ. റിജാൽ എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ എടുക്കേണ്ടത്. റിജാൽ എന്ന് പറഞ്ഞാൽ അതെ, അതാണ് കുഞ്ഞാലി മാഷ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ അതാണ് ബാഹുഹും അലാ ബാഹു. അതൊക്കെ ഭയങ്കര പ്രശ്നവൽകൃതാണ്. ആ ആ ആ ആ ഇല്ല ഇപ്പുറത്ത് റിജാലൊക്കെ ആണുങ്ങളാണെന്ന് വെച്ചു. ആ അതെ 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 നേരത്തെ പറഞ്ഞ ആളുകളുണ്ട്. ഇതിന്റെ ഭാഗമായതുകൊണ്ട് പറഞ്ഞിട്ട് പറഞ്ഞോളാം. എനിക്ക് പറയാനുള്ള, എനിക്ക് അത്ര അറബി അങ്ങനെയില്ല. എനിക്ക് എന്നുള്ള ഈ സ്ത്രീ പറയുന്ന കാര്യത്തെ കുറിച്ചുള്ള ചില ചോദ്യങ്ങളാണ്. ഇസ്ലാമിക ഫെമിനിസത്തിൽ എനിക്ക് വ്യക്തമായ ധാരണയില്ല. ഈ വെടിഞ്ഞു മാറൽ തന്നെയല്ലേ ഇസ്ലാമിക ഫെമിനിസത്തെ പിന്നോട്ട് നയിക്കുന്നത്. ഈ പ്രതിസന്ധിയെ നാം, അതായത് സ്ത്രീകൾ എങ്ങനെ മറികടക്കും? വേറെ പറയണ്ട. അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഇപ്പൊ ഈ വിഷയം പറഞ്ഞതിൽ അരിജാലു കവ്വാമുന എന്ന് പറഞ്ഞിട്ട് റിജാലു എന്നുള്ളത് പുരുഷനായിട്ട് ഈ ഡിസ്കോഴ്സ് കുറെ കൊല്ലങ്ങളായി നടക്കണോണ്ടുള്ളൊരു പ്രശ്നമാണ്. റിജാല് എന്നുള്ളത് പുരുഷൻ മാത്രമല്ല, അധികാരസ്ഥാനം എന്നുള്ള അർത്ഥത്തിലൊക്കെ ഭാഷാപരമായി വിശദമായ ഒരു ജെൻഡറിൽ അധികമായി ആ വാക്ക് നിൽക്കുന്നുണ്ട് അറബി ഭാഷയിൽ. ഓക്കെ, അങ്ങനെ പൊസിഷൻ ഉണ്ട്. പക്ഷെ ഇപ്പുറത്തുള്ള നിസാ എന്നുള്ളതിൽ കൃത്യമായി സ്ത്രീ എന്നുള്ളതിന്റെ അകത്ത് തന്നെയാണ് ആ വാക്ക് നിൽക്കുന്നത് ഭാഷാപരമായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ഈ രണ്ട് പൊസിഷൻ വരുമ്പോ റിജാലി എന്നുള്ളത് കോമൺ ആയി ഉപയോഗിക്കുകയും ചെയ്യും, പുരുഷനും വേണ്ടി ഉപയോഗിക്കുന്നത് നിൽക്കുകയും, ഇപ്പുറത്തെ നിസാ എന്ന് വരികയും ചെയ്യുമ്പോ അപ്പൊ ഇവിടെ ഉപയോഗിച്ച റിജാലി എന്നുള്ളത് നോർമലി പുരുഷനിലേക്കാണ് വരുന്നത്. അങ്ങനെ ഒരു പ്രശ്നം അതിലുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഭാഷന്റെ വാചകഘടനന്റെ ഘട്ടമുണ്ട്. അപ്പൊ ബിവാ ഫല്ലല എന്നുള്ളതിന്റെ ഒരു പ്രശ്നം, ഈ ഒരു വാചകഘടനന്റെ അകത്തുള്ള ഒരു വിഷയം, ഖുർആന്റെ ഒരു സാധനം, ഒരു വാചകത്തിന്റെ പകുതി മാത്രം ഒരർത്ഥവും പകുതി മറ്റൊരു കോമൺ അർത്ഥവും നോർമലി വരൂല. അത് ഒരു
ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തിനേക്കാൾ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട് എന്നുള്ളത് എന്റെ ധാരണ അനുസരിച്ച് ഒരു വാചകഘടനയുടെ അകത്ത്, ഒരു ആയത്തിന്റെ പുറത്തുള്ള മറ്റൊരു ആയത്തിൽ ഈ യൂണിവേഴ്സൽ രാജ്യത്തിൽ വരും. നോർമൽ കേസിൽ മനസ്സിലാക്കുന്ന ഒരു വാചകഘടനയുടെ അകത്തുള്ള രണ്ട് വാക്യങ്ങൾ തമ്മിൽ പരസ്പര പൂരകമായിരിക്കും. അപ്പോ ഫളി എന്നുള്ള ശ്രേഷ്ഠത അത് നോർമലി ഉണ്ട്. ഫളി എന്നുള്ള സ്ത്രീക്കും പുരുഷനും മറ്റു പലതിനും ഉണ്ടായിരിക്കെ തന്നെ അള്ളാഹുവിന്റെ ഭൂമിയിലെ ഒരു വ്യവസ്ഥ എന്നുള്ളവർക്ക് ശ്രേഷ്ഠത നൽകുക എന്നുള്ളത് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സംഗതിയാണ്. അതിൽ ജെൻഡറുമായി ബന്ധപ്പെട്ട ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം, അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ ഒരു കവ്വാമ് പുരുഷന് ഏതോ അർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ആ ആയത്ത് കൊണ്ടുവരുന്നത് എന്നൊരു പഠനവും ഉണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. ഞാൻ ആ പൊസിഷനിലാണെന്നല്ല, എന്നാണ് മനസ്സിലായതെന്ന് മാത്രമാണ് പറഞ്ഞത്. നമ്മുടെ ചർച്ച എനിക്ക് തോന്നുന്നത് ഖുർആൻ ഇന്റർപ്രിട്ടേഷൻ, അത് രാജ്യ പറഞ്ഞൊരു ഒരു ഭാഗം മാത്രമാണ്. ഈ സ്ത്രീവാദവുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളിലേക്കും പോകാം എന്ന് തോന്നുന്നു. അതിന്റെ ഇടയിൽ നമുക്ക് ട്രീ ബാക്കും കൂടെ ഉണ്ട്. ചർച്ച തുടരും. ആ സ്ത്രീകളൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് അതിലെ പ്രശ്നം. അപ്പോഴേ DGP ആവാൻ തയ്യാറുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ അതിന് ഏബിൾ ആയിട്ടുള്ള സ്ത്രീകൾ ഉണ്ടായിരിക്കെ AGDPകൾ ആ സ്ഥാനത്തേക്ക് കയറി വരണ്ടല്ലോ എന്നൊരു സംശയം. അതായത് എന്നും പുരുഷൻ തന്നെ DGP ആയിരിക്കണം എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആവും കാര്യങ്ങള്. ആ സ്ഥാനത്ത് നിന്ന് ചിലപ്പോ നമ്മള് സാഹചര്യത്തിനനുസരിച്ച് ഇറങ്ങേണ്ടി വരും. അതൊരു മുന്നറിയിപ്പായിട്ട് ചിലപ്പോ പറയേണ്ടി വരുന്ന പലപ്പോഴും തോന്നാറുണ്ട് ചർച്ചകൾ കേൾക്കുമ്പോൾ. അപ്പൊ എന്റെ തീസിന്റെ ടൈറ്റിൽ ഇസ്ലാമിസം ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ജെൻഡർ, എ സ്റ്റഡി ഓഫ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അപ്പൊ ഞാൻ അതിൽ ചെയ്യാൻ ശ്രമിച്ചത് ഈ കേരളത്തില് GIOന് ഒരു കേസായിട്ട് എടുത്തിട്ട് എങ്ങനെയാണ് ഈ ഒരു ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റിന്റെ അകത്ത് സ്ത്രീകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നോക്കിയും അത് ഇൻ ടേൺ ഇവിടുത്തെ ഒരു പബ്ലിക് സ്ഫിയറിൽ ഉണ്ടാക്കുന്ന എഫക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നേരത്തെ ജമീൽ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പോസ്റ്റ് സെക്യുലർ ടേൺ ഉണ്ട്. നമ്മൾ എപ്പോഴും പബ്ലിക് സ്ഫിയറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു മോഡേൺ ആയിട്ടുള്ള പബ്ലിക് സ്ഫിയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള നമ്മളുടെ ആഖ്യാനങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇറ്റ്സ് ഫ്രീ ഓഫ് റിലിജിയൻ. അത് മതം ഇല്ലാത്ത, മതത്തിൽ നിന്ന് മുക്തമായ ഒരു സെക്യുലർ ആയിട്ടുള്ള ഡിബേറ്റ്സ് മാത്രം നടക്കുന്ന ഒരു സ്ഥലം ആയിട്ടാണ് മനസ്സിലാക്കപ്പെട്ടിരുന്നത്. അല്ലെങ്കിൽ അക്കാഡമിയിലൊക്കെ ഈ പബ്ലിക് സ്ഫിയറിനെ കുറിച്ചിട്ടുള്ള മനസ്സിലാക്കലുകൾ ആ ഒരു പോയിന്റിൽ നിന്നിട്ടാണ് മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ നമ്മളൊരു പോസ്റ്റ് സെക്യുലർ മനസ്സിലാക്കലുകൾ വരുന്നത്, പക്ഷെ അപ്പം ഈ ലോകത്ത് കാണുന്ന മനുഷ്യരിൽ ബഹുഭൂരിഭാഗവും റിലിജൻ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അല്ലെങ്കിൽ റിലിജൻ എങ്ങോട്ടും പോയിട്ടില്ല. റിലിജൻ ഈ പൊതുവിടം വിട്ടു പോയി, അത് പ്രൈവറ്റിലേക്ക് ഒതുങ്ങി എന്നുള്ളതായിരുന്നു ഒരു മോഡേണിറ്റിയുടെ ഒരു ആഖ്യാനം. പക്ഷെ അതങ്ങനെ പോയോ? റിലിജിയൻ സ്വകാര്യ ഇടങ്ങളിലേക്ക് ഒതുങ്ങിയോ? അല്ലെങ്കിൽ നമ്മുടെ പൊതു ഇടങ്ങൾ സെക്യുലറിസം മാത്രം വാഴുന്ന ഇടങ്ങളാണോ? അപ്പൊ അതേ നമ്മളൊരു പോസ്റ്റ് സെക്യുലർ തിയറീസിന്റെ ഒക്കെ ആദ്യത്തെ ഒരു ആലോചന ഇനി വരുന്ന സെഷനിലായിരിക്കും. സബാ മഹമ്മൂദിനൊക്കെ ഉഷാകുമാരി ടീച്ചറുടെ സെഷനിലായിരിക്കും വരിക. അപ്പൊ ഞാനത് എൻ്റെ തീസിസുമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, നമ്മളെപ്പോഴും സ്വതന്ത്രയായ സ്ത്രീ എന്ന് പറഞ്ഞ് മനസ്സിലാക്കാറുള്ളത് ഒരു മോഡേൺ എഡ്യൂക്കേറ്റഡ് വുമണിനെ കുറിച്ചിട്ടുള്ള സങ്കല്പനങ്ങൾ അക്കാഡമിയിലുള്ളത് ഫ്രീ ആയിട്ട് ആലോചിക്കുന്ന, തെരഞ്ഞെടുപ്പുകൾ നടത്തുന്ന സ്ത്രീ എന്ന് പറയുന്നത് എപ്പോഴും റിലീജിയന് പുറത്തുള്ള ഒരു ഫെമിനിസ്റ്റിക് കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു സ്ത്രീ എന്നുള്ളതായിരിക്കും. അപ്പൊ എന്നെ പോലെ വേഷം ധരിക്കുന്ന ഒരു സ്ത്രീ ഒരിക്കലും ഒരു ഫ്രീ ആയിട്ടുള്ള സ്ത്രീ ആയിട്ട് നമ്മളെ പൊതു വ്യവഹാരങ്ങളിൽ കാണില്ല. എന്നെ കാണുമ്പോൾ ആൾക്കാർക്ക് പറയാൻ തോന്നുക, ഓക്കെ, നിങ്ങൾ ഭയങ്കര മതത്തിനകത്ത് ഞെരുങ്ങി ജീവിക്കുന്ന, കഷ്ടപ്പെട്ട് പല നിയമങ്ങൾക്കും വിധേയമായിട്ട് ജീവിക്കാൻ നിർബന്ധിതയായ, ആരൊക്കെയോ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന തരത്തിലായിരിക്കും. പക്ഷേ സബാ മഹമ്മൂദിന്റെ പൊളിറ്റിക്സ് ഓഫ് പൈറ്റി എന്ന് പറയുന്ന പുസ്തകം വരുന്നതോടുകൂടിയാണ് സ്ത്രീകളുടെ തെരഞ്ഞെടുപ്പ്
നെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ കുറെ കൂടി ഒരു പോസ്റ്റ് സെക്യുലർ ഇറയിൽ കുറെ കൂടി പ്രധാനമായ ചർച്ചകൾ ഉണ്ടാകുന്നത്. അപ്പൊ എന്താണ് ഈ സ്വതന്ത്രയായ സ്ത്രീ, അല്ലെങ്കിൽ എന്താണ് സ്ത്രീകളുടെ തെരഞ്ഞെടുപ്പ്? അപ്പൊ നിങ്ങള് മതത്തിന് പുറത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നത് മാത്രമാണോ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ്? അല്ലെങ്കിൽ നിങ്ങൾ മതത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുക, ഓക്കെ, ഞാൻ മതത്തിന്റെ നിയമങ്ങൾ അനുസരിക്കാൻ തീരുമാനിക്കുന്നത് ഒരു സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് ആവോ? ഞാൻ ജീൻസും ടീഷർട്ടും ഇടുമ്പോൾ മാത്രമാണോ ഞാൻ സ്വതന്ത്രയായ സ്ത്രീ ആവുന്നത്? എന്റെ തെരഞ്ഞെടുപ്പ് എപ്പോഴാണ് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് ആവുന്നത്? അതേപോലെ തന്നെ ഞാൻ ഈ GIO വരുമ്പോ മുസ്ലിം സ്ത്രീകളുടെ എക്സ്പ്രഷൻസ്, അവരുടെ പലതരത്തിലുള്ള ആക്ടിവിസംസ്, ഈ നമ്മള് കേരളത്തിലുള്ള ഒരു നോർമറ്റീവ് മലയാളി വുമൺഹുഡിനെ കുറിച്ചിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, കേരളത്തിലുള്ള ഒരു നോർമറ്റീവ് വുമൺ എന്ന് പറയുന്ന ഒരു സാധാരണ സ്ത്രീയെ കുറിച്ചിട്ടുള്ള സങ്കല്പനങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹിന്ദുവൈസ്ഡ് ഇമേജ് ആണ്. നമ്മൾ കേരളത്തിന്റെ പബ്ലിക് സ്ഫിയർ എന്നുള്ളത് ഒരു സ്യൂഡോ സെക്യുലർ പബ്ലിക് സ്ഫിയർ ആയിട്ട് ആഘോഷിക്കപ്പെടുന്ന, പലപ്പോഴും ഒരു ലെഫ്റ്റ് സെൻസിബിലിറ്റി മാത്രം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പബ്ലിക് സ്ഫിയർ ആണ്. അപ്പൊ ഇവിടെയുള്ള ഒരു നോർമറ്റീവ് വുമൺഹുഡിന്റെ അകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ ഈ സ്ത്രീകളുടെ ആക്ടിവിസത്തിന്? ഈ പബ്ലിക് സ്ഫിയറിൽ ഇവരെ നമ്മൾ എങ്ങനെ അടയാളപ്പെടുത്തും? നമ്മളിപ്പോ കേരളത്തിലുള്ള ഒരു മലയാളി സ്ത്രീ അല്ലെങ്കിൽ മലയാളി സ്ത്രീ ആക്ടിവിസ്റ്റ് എന്ന് പറയുമ്പോഴുള്ള ഒരു ഇമാജിനറി എന്താണ് ഈ സ്ത്രീകളെ കുറിച്ച്? അപ്പൊ ഈ GIO പോലെയുള്ള ഒരു സംഘടന അല്ലെങ്കിൽ അതിന്റെ ആക്ടിവിസ്റ്റുകൾ ഇതിൽ എവിടെ വരും? ഞാൻ എങ്ങനെയാണ് ഈ കേരള പബ്ലിക് സ്ഫിയറിന്റെ അകത്ത് എങ്ങനെയാ സോ കോൾഡ് സെക്യുലർ ആയിട്ടുള്ള കേരള പബ്ലിക് സ്ഫിയറിന്റെ അകത്ത് ഒരു കൗണ്ടർ പബ്ലിക് GIO ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പം നമ്മളെ പബ്ലിക് സ്ഫിയറിലുള്ള സ്ത്രീകളുടെ ആക്ടിവിസംസ് അല്ലെങ്കിൽ സ്ത്രീകളുടെ എൻഗേജ്മെന്റ്സ്, ഇതെപ്പോഴും ഒരു സെറ്റ് മുണ്ടെടുത്ത അല്ലെങ്കിൽ ഒരു എന്തായാലും കേരളത്തിലെ ഒരു മുഖ്യധാരയിൽ ഉള്ള ഒരു സ്ത്രീയെ കുറിച്ചിട്ടുള്ള ഇമേജ് എന്ന് പറയുന്നത് എപ്പോഴും അതൊരു നോൺ മുസ്ലിം ആയിട്ടുള്ള ഒരു ഇമേജാണ്. അത് ഒരിക്കലും ഇതുപോലെ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ ആ ഇമേജിലേക്ക് വരില്ല. അപ്പൊ GIOന്റെ സവിശേഷമായിട്ടുള്ള പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് അവർ ചെയ്യുന്ന, റിലീജിയന്റെ അകത്ത് നിന്നുകൊണ്ടുള്ള റിലീജിയസ്ലി ബൗണ്ട് ആയിട്ടുള്ള പലതരത്തിലുള്ള ആക്ടിവിറ്റീസ്. ഇപ്പം ഉദാഹരണത്തിന് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ആർട്ട് ഫെസ്റ്റിവൽസ്, അത് സ്ത്രീകൾക്ക് മാത്രം എൻട്രി ഉള്ള, സ്ത്രീകൾ മാത്രം കൺട്രോൾ ചെയ്യുന്ന ആർട്ട് ഫെസ്റ്റിവൽസ്. അപ്പൊ അതിന്റെ ഒരു സെൻസിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ധാർമ്മികത എന്നുള്ളത് നമ്മുടെ ഈ ഒരു സെക്യുലർ സെൻസിബിലിറ്റിക്ക് എപ്പോൾ ഒരിക്കലും ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്തതാണ്. എന്തിനാ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു ആർട്ട് ഫെസ്റ്റിവൽ എന്നുള്ളത്? അപ്പൊ ഇത്തരം ഇടപെടലുകളിൽ കൂടി GIO ഉണ്ടാക്കുന്ന ഒരു കൗണ്ടർ പബ്ലിക്. അതേപോലെ തന്നെ GIO ഒരു സ്ത്രീകളെ കുറിച്ചിട്ടുള്ള പലതരത്തിലുള്ള പോസ്റ്ററുകൾ ഇറക്കുന്നുണ്ട്. ഹൂ ഇസ് എ വുമൺ അല്ലെങ്കിൽ ഹൂ ഇസ് വിമൻ ഇൻ ലിബറേഷൻ എന്ന് ചോദിച്ചിട്ട് ഒരു പോസ്റ്റർ. ഇങ്ങനെ GIOന്റെ പലതരത്തിലുള്ള ഇടപെടലുകൾ, പോസ്റ്ററുകളായാലും പരിപാടികളായാലും അവരുടെ പബ്ലിക്കേഷൻസ്, ഇതൊക്കെ പരിശോധിച്ചിട്ടാണ് ഞാൻ ഈ സംഗതി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു എത്നോഗ്രഫിക് അക്കൗണ്ട് പോലെ അങ്ങനെയാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് വഴി എങ്ങനെയാണ് കേരളത്തിൽ ഒരു കൗണ്ടർ പബ്ലിക് ഉണ്ടാക്കുന്നത് GIO? അതേപോലെ തന്നെ ഇനി സംഘടനയ്ക്കകത്ത് എങ്ങനെയാണ് ഇതൊരു റിലീജിയസ് അതോറിറ്റിയുമായിട്ടുള്ള എൻഗേജ്മെന്റ്സ് നടത്തുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാർജ്ലി മെയിൽ ലെഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ അകത്ത് ഈ സ്ത്രീ ആക്ടർ അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾ പലപ്പോഴും അത് റിലീജിയസ് അതോറിറ്റിയെ എന്ത് ചെയ്യുന്നുണ്ട്, ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് അതിൻ്റെ അകത്ത് എങ്ങനെയാണ് എൻഗേജ്മെന്റ്സ് നടത്തുന്നത് എന്നുള്ളത്. നമ്മളെ ഒരു സെക്യുലർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ റിലീജിയസ് വിമൻ എപ്പോഴും ഒരു ട്രഡീഷണലി ബൗണ്ട് അല്ലെങ്കിൽ അവര് ഈ ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ റിലിജൻ മാത്രം ഡിഫൈൻ ചെയ്യുന്ന സ്ത്രീകളായിട്ടാണ് ഇവര് അടയാളപ്പെടുത്തപ്പെടാറുള്ളത്.
അതേസമയം ഇവർ കടന്നു പോരുന്നത് നമ്മൾ ഈ നമ്മളൊക്കെ കടന്നു പോരുന്നത് നമ്മളെല്ലാവരും റിലീജിയസ് ബീയിങ്സ് മാത്രാണോ? അല്ലെങ്കിൽ മൈ ക്വസ്റ്റ്യൻ, ഞാൻ ആലോചിച്ചിരുന്നത് GIO പോലെയുള്ള ഒരു സംഘടനയുടെ ഇങ്ങനെ ട്രാജക്ടറി, അതിന്റെ ഇങ്ങനെ വളർച്ച ഇങ്ങനെ നമ്മൾ നോക്കി കാണുമ്പോൾ റിലിജനോടൊപ്പം പലതരത്തിൽ സെക്യുലറിസവും മോഡേണിറ്റിയും ഒക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഷേപ്പ് ചെയ്യും, ഓൾട്ടർ ചെയ്യും ഒക്കെ ചെയ്യുന്നത് കാണാം. അല്ലെങ്കിൽ അതിനോടൊക്കെ പലതരത്തിൽ ചലഞ്ച് ചെയ്യുകയും താതാത്മ്യം പ്രാപിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാം. അപ്പം നിങ്ങൾക്ക് ഇതിനെ ഒരു ഒറ്റ യൂണിറ്ററി റിലീജിയസ് ബീയിങ്സ് ആയിട്ട് മാത്രം മാർക്ക് ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട്സ് അല്ല ഇവര്. അവര് ഒരു മിക്സ്ചർ, ഈ സെക്യുലറിസവും ഫെമിനിസവും മോഡേണിറ്റിയും റിലിജിയനും ഒക്കെ ഷേപ്പ് ചെയ്യുന്ന സബ്ജക്ട്സ് ആയിട്ട് ഇവരെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും പലപ്പോഴും പലതരത്തിലുള്ള അവരുടെ ഇടപെടലുകൾ നോക്കുമ്പോൾ. വളരെ യുണീക്കായ തരത്തിലുള്ള അവരുടെ റിലിജിയോസിറ്റി, സ്ത്രൈണതയുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളെയും ഈ ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ എങ്ങനെയാണ് അതുമായിട്ട് എങ്ങനെയാണ് എൻഗേജ് ചെയ്യുന്നത്. എനിക്കിപ്പം പെട്ടെന്ന് ഓർത്തിട്ട് കിട്ടുന്നത് ഇപ്പം മദർഹുഡ്. ഇപ്പം നമ്മളെ കൾച്ചറൽ ഫെമിനിസ്റ്റുകൾ പലപ്പോഴും മദർഹുഡിനെ ഒരു സെലിബ്രറ്റോറി, സ്ത്രീകളുടെ ബയോളജിക്കൽ ആയിട്ടുള്ള കപ്പാസിറ്റീസിനെ, സ്പെസിഫിസിറ്റീസിനെ ആഘോഷിക്കുന്ന ഒരു സ്ട്രാൻഡ് ഓഫ് ഫെമിനിസം ആണല്ലോ ഈ കൾച്ചറൽ ഫെമിനിസം എന്ന് പറയുന്നത്. അതിന് സമാനമായ തരത്തിൽ, എന്നാൽ അതുപോലെ അതല്ലാത്ത കൾച്ചറൽ ഫെമിനിസം അല്ലാത്ത ഒരു ദിസ് ഫെമിനിനിറ്റിയുടെ ഒരു സെലിബ്രേഷൻ ഈ സ്ത്രീകൾക്കിടയിൽ കാണാം. പലപ്പോഴും അവർ മദർഹുഡിനെ ആഘോഷിക്കുന്നത് എന്നല്ല, മദർഹുഡിനെ അവർ നോക്കിക്കാണുന്നത്. പല പ്രോഗ്രാംസിന്റെയും ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവരുടെ ഫോട്ടോസിലൊക്കെ സ്റ്റേജിന്റെ അടുത്ത് തൊട്ടിലുള്ളതോ അല്ലെ കുട്ടികളെ എടുത്ത് പ്രസംഗിക്കുന്ന ആയിട്ടുള്ള ഇമേജസ് ഇങ്ങനെ ഉള്ളത് കാണാം. അപ്പൊ അത് കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി ദിസ് ഇസ് പാർട്ട് ഓഫ് ദ മൂവ്മെന്റ്. അപ്പൊ ഇത് ഒരു കൾച്ചറൽ ഫെമിനിസം ആണോ, അല്ലെങ്കിൽ ഇത് കുറെ കൂടി റിലീജിയസ്ലി കുറെ കൂടി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ ടു ദിസ് മെറ്റാഫിസിക്കൽ ആ ഒരു സംഭവമാണോ അത്? അപ്പൊ അത് ഈ കൾച്ചറൽ ഫെമിനിസത്തിൽ നിന്ന് എങ്ങനെയാണ് ഇവരുടെ ആ ഒരു ഫെമിനിനിറ്റിയുമായിട്ടുള്ള കണക്ഷൻ എന്നുള്ളതൊക്കെയാണ് മൊത്തത്തിൽ നോക്കിയിട്ടുള്ളത്. ഈ ഇസ്ലാമിക ഫെമിനിസത്തിന്റെ 4 അടിസ്ഥാന പ്രമാണങ്ങളുണ്ട്, അല്ലെ പ്രമാണം എന്ന് പറയാം, മുൻനുര എന്ന് പറയുന്നത്, പ്രിഫേസസ് എന്ന് പറയുന്ന 2 കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയിൽ വന്നത്. ഒന്ന് ആദ്യം നേരത്തെ പറഞ്ഞ ഖുർആൻ ഹദീസ് തുടങ്ങിയ പ്രാമാണിക വ്യാഖ്യാനങ്ങളുടെ പുനർവായന, അതാണ് നേരത്തെ നടന്നത്. അതാണ് നമ്മൾ 1ാമത്തെ ഭാഗത്തിൽ വിശദമായി ചർച്ച ചെയ്തത്. 2ാമത്തെ ഭാഗമാണ് ഇപ്പോൾ നാജിയ അവതരിപ്പിച്ച കാര്യം. അതായത് ഇസ്ലാമിക ഫെമിനിസം എന്ന ഒരു ധാരണ കടന്നു വരുമ്പോൾ നിലനിൽക്കുന്ന ഒരു ഫെമിനിസം എന്നൊരു ധാരണ ഇവിടെ ഉണ്ട്. ആ ഫെമിനിസ്റ്റുകൾ എന്ന പേരിൽ നമ്മളെ രീതിയിൽ അറിയപ്പെട്ടിരുന്ന ഒരു സ്ത്രീ വിഭാഗവും നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കൽപ്പിത ചിത്രത്തിൽ നിന്നും, ഫെമിനിസ്റ്റുകളെ കുറിച്ചുള്ള കൽപ്പിത ചിത്രത്തിൽ നിന്നും ഇപ്പോൾ നമ്മുടെ പൊതുസമൂഹം വിമോചിതരായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. അപ്പൊ നമ്മൾ നാടകത്തില് സാഹിത്യകാരൻ എന്ന ഒരു റോൾ ഉണ്ട് വിചാരിച്ചു, സാഹിത്യകാരൻ എന്ന റോൾ. അപ്പൊ നമ്മൾ അയാൾക്ക് കൊടുക്കുന്ന ഒരു കോസ്റ്റ്യൂംസ് എന്തായിരിക്കും? ഒരു നീണ്ട ജുബ്ബ, ഒരു സഞ്ചി, ഒരു കൂഷാൻ താടി. ഓക്കെ. അത് നമ്മൾ ഇപ്പോൾ സാഹിത്യകാരൻ എന്നതിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു അതിന് സ്റ്റീരിയോടൈപ്പ് എന്നാ പറയാ, ഒരു ധാരണ ഇപ്പോഴും അതിന്റെ ചിത്രം എങ്ങനെയാണ് സാഹിത്യകാരൻ. ഇതേപോലെ നമ്മൾ ഫെമിനിസ്റ്റ് എന്നതിന്റെ ചിത്രങ്ങൾ മനസ്സിൽ കാണും. അതെ, ഒരു വലിയ പൊട്ട്, ഒരു വലിയ കമ്മൽ, പിന്നെ ഇങ്ങനെ ലിപ്സ്റ്റിക് ഒക്കെ എഴുതിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഇതാണ് സ്റ്റീരിയോടൈപ്പ്. അതിൽ ഇപ്പോൾ നമ്മൾ മോചിതരായിട്ടില്ല. അതുകൊണ്ടാണ് ഇസ്ലാമിക ഫെമിനിസം എന്ന് കേൾക്കുമ്പോഴത്തേനും അത് 2 ചേരാത്ത, നേരത്തെ നാജിയ പറഞ്ഞില്ലേ, ഇത് 2 പരസ്പരം ചേരാത്ത 2 ഞങ്ങളുടെ പാന്തും മോളയും കൂടെ ചേർത്ത് കിട്ടിയ മാതിരി, ഒലക്കും പാന്തും ചേർത്ത് കിട്ടിയ മാതിരി അങ്ങനെ തോന്നുന്നത് അതുകൊണ്ടാണ്.
അതിൽ നിന്ന് ഫെമിനിസത്തെ പുറത്തു കൊണ്ടുവരാം. അതിന് ചില മതപരമായ ധാരണകളിലേക്ക് കൂടി ഫെമിനിസത്തെ വികസിപ്പിക്കാനും വിശദീകരിക്കാനുള്ള ശ്രമങ്ങൾ, അതാണ് നാജിയ തന്റെ ഗവേഷണത്തിലൂടെ GIO എന്ന ഒരു വസ്തുതയെ പഠനവിധേയമാക്കിക്കൊണ്ട് ഫെമിനിസത്തിന്റെ പുതിയ ധാരണകളെ കുറിച്ചും എങ്ങനെയാണ് GIO എന്നൊരു ഇസ്ലാമിക വനിതാ സംഘം ഒരു പൊതു ഇടം സൃഷ്ടിക്കുന്നത് എന്ന് പഠിക്കാനുമാണ് ശ്രമിച്ചത്. അത് ഇസ്ലാമിക ഫെമിനിസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെന്റ്, ഒരു മൊഡ്യൂൾ ആണ്. അതിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിലുള്ള ചർച്ചകളിലേക്ക് പോകാം. ഇനി 2 കൂടെ ബാക്കിയുണ്ട്, അതും കൂടെ ഈ ചർച്ചയിൽ വരേണ്ടതുണ്ട്. ഞാൻ അതിലേക്ക് കൊണ്ടുപോവാം. ഓക്കെ. വല്ലാത്തൊരു ചോദ്യമായിപ്പോയി. വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോന്നാണ് ചോദിച്ചത്. സ്ത്രീ അനുഭവങ്ങൾ പറയണേ. അപ്പോ വിമൻ ഇൻ അക്കാഡമി അല്ലെങ്കിൽ എന്നെപ്പോലൊരു സ്ത്രീ അക്കാഡമിയിൽ നിൽക്കുന്നതിൻ്റെ നിങ്ങളാ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പബ്ലിഷ് ചെയ്തിട്ടില്ല. ഓൺലൈനിൽ അവൈലബിൾ ആണ് മറ്റേ തീസിസ്. പക്ഷെ എനിക്ക് ഇതിനോട് ചേർത്ത് പറയാനുള്ള കാര്യം, ഞാൻ PhD ചെയ്ത 5 വർഷ കാലഘട്ടത്തിലാണ് എൻ്റെ 2 കുട്ടികളെയും ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും. അപ്പോ അത് ഭയങ്കര ഒരു അതിസാഹസികമായിട്ട് പൂർത്തിയാക്കിയ ഒരു പ്രോസസ് ആയിരുന്നു അത്. അപ്പൊ എന്നെ സംബന്ധിച്ച് തിരിച്ചിട്ട് വന്ന് കിടക്കാൻ ഒരു സോഫ ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡന്റ് ഹാവ് ഡൺ ഇറ്റ്. ഞാനത് ചെയ്യുമായിരുന്നില്ല ഒരു തരത്തിലും. പക്ഷെ ആ സോഫ നമ്മൾ തന്നെ ഉണ്ടാക്കണല്ലോ എന്നുള്ളത് കൊണ്ട് ചെയ്തതാണ്. അപ്പൊ ഇത് സ്ത്രീകൾ സവിശേഷമായിട്ട് കടന്നു പോകേണ്ടി വരുന്ന ഒരു സംഗതിയാണ്. നേരത്തെ മാഡം ഈ ADGP DGP സംഗതി പറഞ്ഞല്ലോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ആ അഭിപ്രായത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അല്ല, ഈ 2 ഉത്തരവാദിത്തം ഈ 2 റോൾസും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് ഞാൻ നിരന്തരം ഇങ്ങനെ ചോദിക്കുകയും കോൺഫ്ലിക്റ്റിലാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതായത് നമ്മൾ ഓക്കെ, ഇന്ന് കൈകാര്യകർത്തൃത്വം ചെയ്യാൻ ഒരാളുണ്ടായിരിക്കെ പിന്നെ ഞാൻ ഈ പറഞ്ഞ എൻഗേജ്മെന്റ്സിന് പോണോ, ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് എന്തായാലും ഉണ്ട്, കുട്ടികളുണ്ട്, അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇതൊന്നും ഒരു ഉത്തരമില്ല, ഇതിനൊന്നും ഒരു മറുപടി ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ വ്യവസ്ഥ സ്ത്രീകളുടെ സവിശേഷമായിട്ടുള്ള ഈ സാഹചര്യം അല്ലെങ്കിൽ സ്ത്രീകളുടെ സവിശേഷതകൾ പരിഗണിച്ചിട്ട് വ്യവസ്ഥ ഉണ്ടാക്കേണ്ട കുറെ വ്യവസ്ഥിതികൾ ഇവിടെ ഉണ്ടാവേണ്ടതായിട്ടുള്ള. അപ്പോ ഒരു മെറ്റേണൽ കാൻഡിഡേറ്റിന് റിസർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തൊഴിലിടത്തിൽ ഒക്കെ കിട്ടേണ്ട സവിശേഷമായിട്ടുള്ള എന്തൊക്കെ കുറെ കൂടി അധികമായിട്ടുള്ള സൗകര്യങ്ങൾ സാഹചര്യങ്ങൾ ആവശ്യമാണ്. തൊഴിലിടത്തിലായാലും നമ്മളെ ഈ പറഞ്ഞ നോളജ് പ്രൊഡക്ഷന്റെ സ്ഥലത്തായാലും. നേരത്തെ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഇവിടെ സ്ത്രീകൾ സംസാരിക്കണില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ അതർ സൈഡിലുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള അത്രയും ഒരു അക്കാഡമിക് എക്സ്പോഷർ അല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ എൻഗേജ്മെന്റ്സിനുള്ള അവസരം, പുസ്തകം വായിക്കാൻ, പരസ്പരം സംസാരിക്കാൻ, അങ്ങനെ സോഷ്യലായിട്ട് എൻഗേജ് ചെയ്യാനൊക്കെ ഉള്ള അവസരങ്ങൾ ഈ സ്ത്രീകൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. ഞാൻ നിങ്ങളെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്, മൊത്തത്തിൽ നമ്മൾ ഈ സാമൂഹികമായിട്ട് എടുത്തു നോക്കുമ്പോൾ സ്ത്രീകൾക്ക് ലഭിച്ചിട്ടുണ്ടാവുമോ? അപ്പോ നമുക്ക് സ്ത്രീകൾ സംസാരിക്കുന്നില്ല എന്നുള്ളതിനെ ക്യാൻ യു ബ്ലെയിം ഇറ്റ് ഓൺ ദം? അപ്പോ ഈ സവിശേഷതകൾ മനസ്സിലാക്കിക്കൊണ്ട് സ്ത്രീകൾക്ക് അമിതമായിട്ട് അല്ലെങ്കിൽ സവിശേഷമായിട്ടും ഉണ്ടാവേണ്ട ഞാൻ എൻ്റെ 1.5 വയസ്സുള്ള കുട്ടിയെ നാട്ടിൽ വെച്ചിട്ട് 6 മാസം ഹൈദരാബാദിൽ പോയിരുന്നിട്ടാണ് തീസിസ് എഴുതി പൂർത്തിയാക്കിയത്. അപ്പോ ഞാൻ PhD ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിച്ച് നാട്ടിലേക്ക് പോന്നു. 2ാമത്തെ കുട്ടിയാണെങ്കിൽ 1.5 വയസ്സ്, മൂത്ത കുട്ടിക്ക് അപ്പം 3.5 വയസ്സാണ്. അപ്പം PhD ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിച്ച് നാട്ടിലേക്ക് പോകുന്നിടത്തുനിന്ന് ഒരുപാട് ആളുകൾ എന്നെ കൺവിൻസ് ചെയ്ത് നോ യു നീഡ് ടു ഡു ദിസ്, ഇനി ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഒരു സെമസ്റ്റർ ഈ 2 കുട്ടികളെ നാട്ടിൽ വെച്ചിട്ടാണ് ഞാൻ പോയി എഴുതി പൂർത്തിയാക്കിയത്. പക്ഷെ അത്ര സാഹസികമായിട്ട് ഇത് സ്ത്രീകൾക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവരുത്. അങ്ങനെയല്ല സ്ത്രീകൾ ഇത് ചെയ്യേണ്ടി, അതായത്
ചെയ്യേണ്ട അത്ര സാഹസികമായിട്ട് സ്ത്രീകളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. കണ്ണിന്ന് ചോര വന്നുകൊണ്ടാണ് നമ്മൾക്ക് ഇത് എഴുതേണ്ടി വരുന്നത്. അപ്പോ അങ്ങനെ അപ്പൊ അതല്ലാത്ത തരത്തിൽ ആലോചനകൾ നമ്മുടെ പൊതുവിടങ്ങളെ കുറിച്ച്, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ച്, നമ്മുടെ തൊഴിലിടങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ആലോചനകൾ നമുക്ക് ഉണ്ടാവണം. അപ്പൊ അത് നമ്മളിൽ നിന്ന് തന്നെയാണ് തുടങ്ങിയത്, ഈ സംസാരങ്ങളിൽ നിന്ന് തന്നെയാണ് അത് പിന്നെ പോളിസി ആയിട്ടും ഒക്കെ വരിക. ഇനി ചർച്ച വഴിമാറിക്കൊണ്ട, ഞാനത് സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഇതില് ഇപ്പൊ ഒരു പി എച്ച് ഡിന്റെ കാര്യം പറഞ്ഞല്ലോ. പി എച്ച് ഡിക്ക് തന്നെ ഇത്രയും ബുദ്ധിമുട്ടായി. അപ്പോ ഈ ഇത്ര വലിയൊരു പ്രസ്ഥാനത്തിന്റെ ചുമതല പിന്നെ കൂടെ ഏറ്റെടുക്കുകയാണെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ പറയുന്നത് വെച്ചാല്, അതായത് നമ്മളുടെ ഈ പുതിയ കാലഘട്ടത്തിലുള്ള കുറച്ച് ചിന്തകളാണ് ശരിക്കും എന്താ പറയാ പുറത്ത് അങ്ങനെ ഉണ്ടല്ലോ, ഒരു എന്താ പറയാ ഔട്ട് ഓഫ് ബോക്സ് ചിന്തകളാണ് ചില വിഷയങ്ങൾ കൂടുതൽ കോംപ്ലക്സ് ആക്കുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, എന്തുകൊണ്ട് ഒരു പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി മുസ്ലിം സംഘടനകളുടെ പരമോന്നത നേതാവായി സ്ത്രീകൾ വരുന്നില്ല എന്നുള്ളതാണ്. ഇനി വന്നിട്ടില്ലെങ്കിൽ എന്താണ് കുഴപ്പം എന്നുള്ളതാണ് നമ്മൾ തിരിച്ചു ചോദിക്കുന്നത്. എന്ന് വെച്ചാല് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഇസ്ലാമിനെ ഭൗതിക പ്രസ്ഥാനങ്ങളുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഭൗതിക പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യരുടെ താല്പര്യമാണ് അവിടെ മുൻഗണന. നമ്മളുടെ ഇസ്ലാമിൽ ദൈവത്തിന്റെ താല്പര്യമാണ് മുൻഗണന. അപ്പൊ നമ്മളോട് ഇപ്പോ ദൈവം പറയാണ്, നിന്നെ ഞാൻ സ്ത്രീ ആയിട്ട് പഠിച്ചിരിക്കുന്നു. അപ്പൊ പിന്നെ നമ്മൾ എന്തുകൊണ്ട് എന്നെ സ്ത്രീ ആയി പഠിച്ചിരിക്കുന്നു എന്ന് ചോദിക്കുന്ന കാര്യമല്ല. പഠിച്ചോൻ എന്താണോ പറഞ്ഞത് നമ്മളത് ചെയ്യാം. ഒരു മനുഷ്യനെ പിന്നെ എന്താ പറയുക, വലിയ ഒരു പദവി ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവൻ പ്രവർത്തിക്കണം. ഒരു മനുഷ്യനെ ഒരു പിന്നെ വളരെ നിസ്സാരണക്കാരനായ ഒരു കൂലിത്തൊഴിൽ ആണ് അവന് ഇവിടെ കിട്ടിയതെങ്കിൽ അതിനനുസരിച്ച് അവൻ ചെയ്താൽ മതി. അപ്പോ ഈ ചില ചിന്തകൾ എന്ന് പറഞ്ഞാല്, നമ്മൾ ഈ പരമോന്നത നേതാവായാലേ നമുക്ക് സ്വാതന്ത്ര്യമുള്ളൂ, നമുക്കെല്ലാം നേടിയിട്ടുള്ളൂ, അങ്ങനെയുള്ള ഒരു ചിന്ത ശരിക്ക് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ ഞാൻ ചിന്തിക്കാണ്, എന്നെ എന്തുകൊണ്ട് സ്റ്റേജിൽ ഇരുത്തിയില്ല? അപ്പൊ ഞാൻ പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇവിടെയും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട്. അതൊരു പ്രകൃതി അങ്ങനെയാണ്. എല്ലാവർക്കും ഇന്ത്യൻ പ്രസിഡന്റ് ആകാൻ കഴിയില്ല. പിന്നെ വെറുതെ നമ്മൾ ആലോചിക്കുക, ഞാൻ പല സമയത്തും ആലോചിച്ചിട്ടുണ്ട്, പിന്നെ എന്തുകൊണ്ട് മുഹമ്മദ് നബിയെ പ്രവാചകനാക്കി? വേണമെങ്കിൽ മുഹമ്മദ് നബിയെ പോലെ തന്നെ വളരെ എല്ലാം കൊണ്ടും എല്ലാ ഗുണം കൊണ്ടും ശ്രേഷ്ഠരായ ഒരുപാട് ആളുകളുണ്ടല്ലോ. അബൂബക്കർ റളിയല്ലാഹുവിനെ എന്തുകൊണ്ട് പ്രവാചകനാക്കിയില്ല എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം വെച്ചാൽ പടച്ചോൻ അങ്ങനെയാണ് നമ്മൾ പരീക്ഷിക്കുന്നത്. ഒരാളെ പ്രവാചകനാക്കി, അപ്പൊ പ്രവാചകനാക്കിയ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രശ്നം പലയിടത്തും ഉണ്ട്. ഇപ്പം ഒരാള് ആണാണ് എന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഒന്നും ഇവിടെ കിട്ടുന്നില്ല. നമ്മൾ മാതാപിതാക്കളെ അനുസരിക്കണം, സ്കൂളിൽ പോയാൽ ടീച്ചേഴ്സിനെ അനുസരിക്കണം, ഓഫീസിലാണെങ്കിൽ നമ്മളുടെ പിന്നെ മാനേജേഴ്സിനെ അനുസരിക്കണം. അതൊരു പ്രകൃതി അങ്ങനെ തന്നെയാണ്. അതെല്ലാം കഴിഞ്ഞ് എന്നെ പ്രസിഡന്റ് ആക്കിയാൽ മാത്രമേ ഞാൻ പരിപാടിക്ക് വരുള്ളൂ, എന്നാൽ മാത്രമേ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറയുന്നതിലുള്ള ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ അങ്ങനെ നമ്മളുടെ പുതിയ തലമുറ ചിന്തിക്കുന്നത് കൊണ്ടാണ് അവർക്ക് സ്വാതന്ത്ര്യം അല്ല എന്ന് തോന്നുന്നത്. ഇനി സ്വാതന്ത്ര്യം കൊടുക്കുന്നത് അപ്പൊ ഈ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നതാരാ? ഇവിടെ പിന്നെ അത്രയും സൗണ്ടില്ല. അപ്പോ സ്ത്രീകൾക്ക് ഈ കേരളത്തില് ഏറ്റവും കൂടുതൽ അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഭയങ്കര വയലൻസ് ആണ് ഈ സംസാരിക്കുന്നത്. ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാനുള്ള പ്രയാസമുണ്ട്. ഭയങ്കര വയലൻസ് ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭയങ്കര അസ്വസ്ഥനാവുന്നുണ്ട് ഞാൻ കേൾക്കുമ്പോ. അത് ഇന്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല, പറയുന്ന ആളെ പ്രശ്നം. അപ്പൊ ഞാൻ പറയുന്നത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇക്വാലിറ്റിക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിച്ച ആളുകൾ ആരൊക്കെയാ? എത്തിസ്റ്റുകളൊന്ന്, പിന്നെ ഒന്ന് സിനിമാക്കാര്. ഇവരൊക്കെയാണല്ലോ ലിബറലിസം അല്ലെങ്കിൽ സ്ത്രീയെ എന്താ പറയാ എല്ലാ ചട്ടക്കൂടുന്നും പുറത്തെടുക്കുന്നത്. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? അവിടെയും സ്ത്രീ ചൂഷണം ചെയ്യപ്പെടല്ലേ. നിങ്ങൾ ആലോചിച്ചൊക്കെ, അമ്മയുടെ പ്രസിഡന്റ് ആയിട്ട് ഏതെങ്കിലും സ്ത്രീ വന്നിട്ടുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. എത്തിസ്റ്റുകളുടെ പരമോന്നത നേതാവായിട്ട് ഇവിടെ ഏതെങ്കിലും സ്ത്രീ ഉണ്ടോ? ഇല്ല. അപ്പൊ ഏതെങ്കിലുമൊക്കെ സ്ത്രീകള് പലയിടത്തൊക്കെ എത്തുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി ഒരിക്കലും ഒരു സ്ത്രീ ആയിരുന്നു. അത് വെച്ചിട്ട് നമ്മള് ഇനി വളരെ സിമ്പിൾ ആയിട്ട് ഈ വിഷയം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ മനസ്സിലായി. ഇനി ഞാൻ മതി അത് മതി.
ഓക്കെ, ഞാൻ സോറി കേട്ടോ, ഞാൻ നിയന്ത്രിക്കേണ്ട ആളായതുകൊണ്ടാണ് ഞാൻ അത് നിയന്ത്രിച്ചത്. ഞാൻ അത് പറയാം. ഒരു സംഭവം ഓർത്ത് പറയണം. നമ്മൾ SIO 12 വർഷങ്ങൾക്ക് മുമ്പ് കേച്ചേരി സ്കൂളിൽ വെച്ച് ഒരു ക്യാമ്പ് നടത്തിയിരുന്നു. സിനിമ ആസ്വാദന ക്യാമ്പാണ്. പൊതു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് നടത്തിയത്. അത് പങ്കെടുത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അനീസ് ഉണ്ടായിരുന്നു അല്ലെ. അതില് ജെനി റൊവീന വന്നിട്ട് 2-3 ദിവസം ജെനി റൊവീന ക്ലാസ് എടുക്കാനുണ്ടായിരുന്നു. ജാതിയെ കുറിച്ച് അതിനിശ്ചിതമായ രീതിയിൽ തുടക്കം തൊട്ട് അവസാനം വരെ ജെനി പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അതിൽ നായർ വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി അതിലുണ്ടായിരുന്നു. അവള് 3-ാമത്തെ ദിവസം ഇവര് പൊട്ടിക്കരയാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് ഒരു പൊട്ടിത്തെറി ഇവരുടെ ഉള്ളിലുണ്ടായിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. കാരണം അവരുടെ ജാതിയെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് അവരുടെ മുമ്പിൽ വെച്ച്. അപ്പോൾ ഞങ്ങൾക്ക് ആകെ ബേജാറ്. കാഷഫ് ഒക്കെ ഉണ്ടായിരുന്നു ആ ക്യാമ്പ് ലീഡറായിട്ട്. ഞാനതിൽ ക്ലാസ് എടുക്കാൻ പോയ ആളാ. 1.5 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ജെനി പറഞ്ഞൊരു കാര്യം, ജെനി അന്ന് മുസ്ലിം അല്ല, ജെനി പറഞ്ഞ കാര്യം അവർ കരഞ്ഞ് തീരട്ടെ എന്നാണ്. അവർ കരയാൻ അർഹരാണ്, അവർ കരയാൻ അർഹരാണ്. അതുപോലെ കരച്ചിലാണ് ഞാൻ ഇപ്പോ കണ്ടത്. അതിൽ പ്രശ്നം തന്നാലോ, ഇതും നിങ്ങൾ ഇത് അനുഭവിക്കേണ്ടവരാണ്. നിങ്ങൾക്കത് ദൈവം തന്ന പൊസിഷനാണ്. നിങ്ങൾ ജാതി പിന്നെന്താ? നൂറ്റാണ്ടുകളായി 2000-3000 വർഷങ്ങളായി ഇന്ത്യയിലെ ഹിന്ദുമതം ഇവിടെയുള്ള ജാതിക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പിന്നെ എന്താ? അതെ, നിങ്ങളത് അനുഭവിക്കേണ്ടവരാണ് എന്ന് തന്നെയാണ്. പുനർജന്മവാദം എന്താ? ഹിന്ദുമതം 2 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ദലിതരെയും ഇവിടെയുള്ള കീഴാള വർഗങ്ങളെയും നൂറ്റാണ്ടുകളായിട്ട് ബ്രാഹ്മണിസം ഭരിച്ചത്. 2 ആശയങ്ങളാണ്. ഒന്ന് ജാതിവാദം, 2 പുനർജന്മവാദം. 2ഉം സെയിമാ. അതായത് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ പ്രശ്നമാണ്. ഇത് നിങ്ങൾ ഇത് അനുഭവിക്കല്ലാതെ വേറൊരു ഓപ്ഷൻ നിങ്ങൾക്കില്ല. അതിനി നിങ്ങൾ അനുഭവിച്ചു തീർന്നാൽ അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് ഞങ്ങളാകാം. ചണ്ടാളൻ ബ്രാഹ്മണനായിട്ട് ജനിക്കും. അപ്പൊ നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് ആണായി ജനിക്കാലോ. അള്ളാഹ് ഒരു പൊസിഷൻ തരും. അപ്പൊ ഇതൊക്കെ ആശ്രയിച്ചോണ്ടി ഇതും പുനർജന്മവാദവും ജാതിവാദവും ഇതും തമ്മിലൊരു വ്യത്യാസമില്ല. പടച്ചോൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഖുറാനിൽ ഈ പറഞ്ഞതൊന്നും ഖുറാനിലുള്ളതല്ല. അള്ളാഹ് നിങ്ങൾക്ക് ഓരോന്നും തന്നാണ് നിങ്ങളൊക്കെ അത് അനുഭവിച്ചോളണം എന്ന് ഖുറാനിൽ എവിടെ ഞാൻ കണ്ടിട്ടില്ല. ഇനി ഖുറാൻ പണ്ഡിതന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവർക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് പറയാം. ഞാൻ ഇത് നാജിയനോട് ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞുകൊണ്ട്, കാരണം നാജിയ പറഞ്ഞാൽ അത് സ്ത്രീയുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണം ആവാം, ഇതൊരാണെന്നെ ആയിക്കോട്ടെ. പക്ഷെ ഇത് പ്രശ്നമല്ല, ഇതിങ്ങനെ പറയാം, നമുക്ക് ഇനി പറയാം. നാജിയ പറഞ്ഞോട്ടെ. ഇനി അല്ല, എനിക്കതിൽ ഒരു കാര്യത്തിന് മറുപടി പറയണം. ഞാന് പറയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ മുസ്ലിം സംഘടനകളുടെ പരമോന്നത സ്ഥലത്ത് സ്ത്രീകൾ വരണം എന്നൊരു വാദം ഇവിടെ ഉന്നയിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു സംഗതി ഇവിടെ ഉന്നയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു തുടങ്ങിയത് നമ്മളൊരു മെയിൽ സെൻട്രിക് നേച്ചർ ഓഫ് ദ ഓർഗനൈസേഷൻസ് എന്നാണ്. വളരെ ആലോചിച്ച് ബോധപൂർവം തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കുള്ള അല്ലെങ്കിൽ മറുപടി ആയിരുന്നു ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അത് ഇതുവരെ ഞാൻ പറഞ്ഞത് അങ്ങ് കമ്മ്യൂണിക്കേറ്റ് ആവാത്തതാണോ, അല്ലെങ്കിൽ ഇനിയും അത് എവിടെ നിന്നാണ് ക്ലാരിഫിക്കേഷൻ തുടങ്ങേണ്ടതെന്ന് അറിയില്ല. അപ്പൊ അത് എന്തായാലും അക്ഷരാർത്ഥത്തിലുള്ള സമത്വം അതാണ് വേണ്ടത് എന്ന തരത്തിലുള്ള ഒരു സൊല്യൂഷൻ എന്റെ വാദമായിട്ട് ഞാനിവിടെ മുന്നോട്ട് വെച്ചിട്ടില്ല. അപ്പം അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയെന്നാണ് നിങ്ങളെ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ക്ലിയർ ആണ്. നിങ്ങൾ പറഞ്ഞത് ക്ലിയർ ആണ്. പക്ഷെ അതിന് മറ്റൊരു വാദം ഉണ്ടെന്ന് അർത്ഥം. ഞാൻ ഇനി അടുത്ത ഇതിലേക്ക് പോട്ടെ, സെഗ്മെന്റിലേക്ക് പോട്ടെ. ഈ ഇസ്ലാമിക ഫെമിനിസ്റ്റ് ഹലോ, പിന്നെ ഞാൻ ഡോക്ടർ നജിയയുടെ തീസിസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ല. ഇപ്പൊ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതല്ല ഉദ്ദേശം അല്ലേ? അപ്പൊ എന്റെ ചോദ്യം, അങ്ങനെ ഒരു തീസിസ് ഒരു കണ്ടന്റ് ആക്കാൻ മാത്രം ഒരു ഭൂമിക, ഒരു പ്രസക്തി, ഇമ്പാക്ട് പിന്നെ ജിയോ എന്ന സംഘടന ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ എനിക്കറിയാം കേരളത്തിലെ സാംസ്കാരിക സാമൂഹിക ഇടപെടലുകളൊക്കെ പുരുഷ കേന്ദ്രീകൃതമാണ്.
പുരുഷന്മാര് വരച്ചു കൊടുക്കുന്ന ഒരു ഔട്ട്ലൈൻ, ആ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അവര് കൊടുക്കുന്ന ഒരു പ്രതിനിധാനം, അതിൽ നിന്നുകൊണ്ടാണ് അവര് വർക്ക് ചെയ്തത്. ഫോർ എക്സാമ്പിൾ എനിക്കറിയാം, ഈ പിന്നെ പൗരത്വ വിഷയത്തില് തനിമയുടെ കീഴിൽ തനിമയുടെ ബാനർ നമ്മളാണ്, നമ്മൾ മീൻസ് ഞാൻ എന്നെ ഒഴിവാക്കൂ, ഞങ്ങൾ ആണുങ്ങളാണ് പിന്നെ ഈ ഇത് ആദ്യമായിട്ട് പയനിയർ ഇനിഷ്യേറ്റീവ് ചെയ്ത് നാടകവും കാര്യങ്ങളും കേരളത്തിൽ ഒരുപാട് കളിച്ചു. ഇതിൽ അവസാനമാണ് സ്ത്രീകൾ ജിയോ നിങ്ങളും ഇതിൽ ഇടപെടണം, സ്വാതന്ത്ര്യ വിഷയത്തിൽ അല്ലെങ്കിൽ നാടുമായി പൗരത്വം ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങളും കൂടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല് അങ്ങനെ സോഷ്യൽ പൊളിറ്റിക്കൽ പിന്നെ കൾച്ചറോ തലത്തില് സ്വന്തമായിട്ട് സ്ത്രീകൾ എന്ന രീതിയിൽ GIO എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പുരുഷന്മാര് കൊടുത്ത ലൈനിൽ അല്ലെങ്കിൽ ആ ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാന്നല്ല, സ്വന്തമായിട്ട് അത്രയും ഒരു റെവല്യൂഷണറി ആയിട്ട് പിന്നെ എല്ലാ അതിർത്തികളെയും ഭേദിച്ചുകൊണ്ട് ആ ഒരു രീതിയിൽ ശക്തമായ ഒരു സാന്നിധ്യം നൽകി GIO സൃഷ്ടിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഒന്ന്, ഈ GIO സംഘടിപ്പിക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ട് പെൺകുട്ടികളുടെ, 13 മുതൽ 25. ആ പ്രായം വരെയുള്ള പെൺകുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് വ്യവസ്ഥാപിതമായിട്ട് സംഘടിപ്പിക്കുന്ന സംഘടനകൾ കേരളത്തിൽ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയോ? അല്ല, ഒന്ന് അതിന്റെ ഒരു യുണീക്ക് അല്ല, അത് ബ്രേക്ക് ചെയ്യുന്നവരെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടതൊന്നും ഇല്ലല്ലോ. എങ്ങനെയാണ് ഇതൊരു മെക്കാനിസം, ഈ സ്ത്രീ ആക്ടിവിസ്റ്റുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് പഠിച്ചൂടെ? ഓക്കെ, പുരുഷന്മാരെ ബ്രേക്ക് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ്, അത് മാത്രമാണ് നമുക്ക് പഠിക്കേണ്ടത്. അതൊരു ഫെമിനിസ്റ്റിക് ഭാഷയാണ്. അതായത് സ്ത്രീകളുടെ ആവിഷ്കാരം എന്ന് പറയുന്നത് എപ്പോൾ റെസിസ്റ്റ് ചെയ്യണം, നിങ്ങൾ എതിർത്തോണ്ടിരിക്കണം. ആ റെസിസ്റ്റൻസിന് മാത്രമാണ് സ്ത്രീകളുടെ ആവിഷ്കാരം എന്നുള്ള നിലയ്ക്കൊരു മൂല്യമുള്ളത് എന്നത് ഒരു ഫെമിനിസ്റ്റിക് ആധുനിക ഭാഷ്യമാണ്. അപ്പൊ അതല്ലാത്ത എക്സ്പ്രഷൻസ് ഉണ്ടാവൂലേ സ്ത്രീകൾക്ക്? എപ്പോ ഇങ്ങനെ വാളും കൊണ്ട് നിൽക്കുകയാണോ സ്ത്രീകൾ ഇത് റെസിസ്റ്റ് ചെയ്യാനായിട്ട്? അപ്പോ മെയിൽ ഇസ്ലാമിക് അതോറിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന, അതായത് ആ സംഗതിയൊക്കെ ഞാൻ തീസിസിൽ നോക്കുന്നുണ്ട്. അതായത് SIOയും GIOയും ഇങ്ങനെ, അതിന്റെ GIOന്റെ ഒരു മെയിൽ കൗണ്ടർ പാർട്ടാണ് SIO. അപ്പൊ SIOയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പലപ്പോഴും GIO ഈ ജമാഅത്തിന്റെ ലിമിറ്റ്സിന്റെ അകത്ത് നിൽക്കേണ്ടി വരുന്നുണ്ട് പലപ്പോഴും. അതായത് അതിന്റെ ഒരു മെയിൽ സെൻട്രിക് ആയിട്ടുള്ള കൺട്രോളിന്റെ അകത്ത് ഇത് നിൽക്കേണ്ടി വരുന്നുണ്ട് പലപ്പോഴും. ഈ നമ്മൾ ലീഡേഴ്സുമായിട്ടൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവർ പറയുന്നുണ്ട്, വി ഹാഡ് ടു ടേക്ക് പെർമിഷൻസ്. SIOന് ഇല്ലാത്ത വിധം നമ്മൾ പെർമിഷൻസ് എടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഈ സങ്കീർണതകളൊക്കെ നമുക്ക് പഠിച്ചൂടെ? സ്ത്രീകൾ പ്രതിരോധിക്കുന്നതിന് മാത്രം അല്ല നാജി, അതില് വേറെ പ്രശ്നം എന്ന് പറഞ്ഞാല് സലാം സാഹിബ് ചോദിച്ചതില് ഈ റിസർച്ച് മെത്തഡോളജിയിൽ അടങ്ങിയ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അങ്ങനെ ഒരു ബോർഡും അല്ലെങ്കിൽ ഒരു റിസർച്ച് ബോർഡും ഈ ചോദ്യം ചോദിക്കൂല. ഇതൊരു അക്കാഡമിക ഗവേഷണമാണല്ലോ. നിങ്ങൾ ഗവേഷണം ചെയ്യാൻ മാത്രം അവരെന്ത് ചെയ്തു? കാരണം ഗവേഷണത്തിന് ചിലപ്പോൾ അത് ചെറിയൊരു എലമെന്റേ കാരണം, ആ ചെറിയ എലമെന്റിലും പഠനവിധേയമാക്കാവുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് ഗവേഷണത്തിന്റെ ടൂളാണ്, അത് ഗവേഷണത്തിന്റെ ബേസ് ആണ്. അപ്പൊ ഒരു അക്കാഡമിക ഗവേഷണം എന്നുള്ള അർത്ഥത്തിൽ GIO എന്ത് എന്നുള്ള ചോദ്യം തന്നെ ഉത്ഭവിക്കുന്നില്ല. കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വനിതാ സംഘടന എന്ന ഒരൊറ്റ മൂലധനത്തിൽ GIO ഒരു ഗവേഷണ പഠന വിഷയമാണ്. പിന്നെ അതിൽ കൂടുതൽ അന്വേഷിക്കേണ്ടതില്ല. ഇതിലൂടെ കടന്നു വന്നിട്ടുള്ള കുട്ടികളാണ് അതിന് മുൻപന്തിയിൽ നിന്നിട്ടുള്ളതും വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതാണ് അത്ര കണക്കെടുപ്പിനെ സാധ്യത ഇല്ല എന്നാണ് ഇപ്പൊ ഒരു ധാരണയുടെ തന്നെ പ്രശ്നമാണത്. അത് ശരിയാണ്. അതെ, ഓക്കെ ഓക്കെ. അല്ല, ഞാൻ അക്കാഡമിക ഗവേഷണത്തിന്റെ സ്വഭാവത്തെ കുറിച്ചാണ് പറഞ്ഞത്. അത്രയുള്ളൂ. വളരെ ക്ലിയറാ സമീൽ, വളരെ ക്ലിയറാണ്. ഈ പുരുഷ കേന്ദ്രീകൃത ചിന്തക്കകത്താണ് ഈ GIO നിൽക്കുന്നത് എന്ന് പറയുന്നിടത്ത് ഒരു പ്രശ്നമുണ്ട്. അപ്പൊ GIO കുട്ടികൾക്ക് സ്വന്തമായി ചിന്തിക്കാൻ ശേഷിയില്ല എന്നാണോ?
അവര് സ്വന്തമായി എന്തെല്ലാം സ്വന്തമായി ഡിസൈൻ ചെയ്യുന്നു, അവർ പ്ലാൻ ചെയ്യുന്നു. ഇവരോടൊന്നും ആലോചിക്കാതെ തന്നെ എത്ര സമരമാർഗങ്ങൾ അവർ തുറന്നിട്ടുണ്ട്. ഞാനേ ഒരു വൺ ലൈൻ എന്റെ തീസിസിനെ കുറിച്ചിട്ടുള്ള ഒരു വൺ ലൈൻ. ഒരു മെയിൽ ലെഡ് ഇസ്ലാമിസ്റ്റ് ഓർഗനൈസേഷന്റെ അകത്ത് ജെൻഡർ പൊളിറ്റിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, കുറച്ച് സ്ത്രീകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കിയത്. പിന്നെ ഒന്ന് നിങ്ങൾ പറഞ്ഞ ഇവര് സ്വന്തമായിട്ട് എന്താണ് ചോദിച്ചതെന്നൊക്കെ ചോദിച്ചാൽ അത് കുറച്ച് കടന്നു പോകും. കാരണം എനിക്കിപ്പം പെട്ടെന്ന് പറയാൻ തോന്നുന്നത്, ഈ ജിയോക്കാര് ഈ സൗന്ദര്യ മത്സരത്തിനെതിരെ പല സ്ഥലത്തും പ്രൊട്ടസ്റ്റുകൾ നടത്താറുണ്ടായിരുന്നു മുന്നേ. ഇതിങ്ങനെ ഇപ്പൊ അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പോ CS ചന്ദ്രിക അവര് കേരളത്തിലെ സ്ത്രീ ചരിത്രങ്ങൾ മുന്നേറ്റങ്ങൾ എന്ന് പറഞ്ഞ അവരുടെ പുസ്തകത്തില് ഒരു ഇസ്ലാമിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇടപെടലിനെ കുറിച്ച് അവരാകെ മെൻഷൻ ചെയ്യുന്നത് ഇസ്ലാമിസ്റ്റ് സ്ത്രീകൾ എന്ത് ചെയ്തിരുന്നു, ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്ന സ്ഥലത്തേക്ക് അവര് ഈ സൗന്ദര്യ മത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് പ്രൊട്ടസ്റ്റ് നടത്തിയിരുന്നു. അപ്പൊ അത് എന്നിട്ട് അവര് വളരെ അസ്വതന്ത്രയായ ഒരു സ്ത്രീകളാണല്ലോ ഇത് നടത്തിയത് എന്നതിലത്തെ വൈരുദ്ധ്യവും അവര് പറയുന്നുണ്ട്. അതേ അവര് തന്നെ ആ പുസ്തകത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഈ സൗന്ദര്യ മത്സരത്തിനെതിരെ ഫെമിനിസ്റ്റുകൾ നടത്തുന്ന പ്രൊട്ടസ്റ്റിനെയും പറയുന്നുണ്ട്. അപ്പോ ഈ സെക്യുലർ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ഫെമിനിസ്റ്റുകൾക്ക് കിട്ടുന്ന ഒരു ഏജൻസി ഉണ്ടല്ലോ, സൗന്ദര്യ മത്സരത്തിന് സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ആ സ്ത്രീകൾക്ക് ഉള്ള ഒരു കർത്തൃത്വം പക്ഷെ ആർക്കില്ല, ഈ പർദ്ദയിട്ട് മക്കനിട്ട സ്ത്രീകൾക്ക് ഇല്ല. അത് സോക്കോൾഡ് ഫെമിനിസ്റ്റുകളും കൊടുക്കുന്നില്ല, ഇസ്ലാമിസ്റ്റുകളും കൊടുക്കുന്നില്ല. അതാണ് മുനീബ് പറയും. ഇതില് ഇപ്പോ ഈ ചർച്ചയിലൊക്കെ ഉള്ളൊരു പ്രശ്നം എന്താന്ന് വെച്ചാല് ഇത് അനുഭവിക്കുന്നവരുടെ ഒരു വൈകാരികത അത് അനുഭവിക്കാത്തവർക്ക് ഉണ്ടാവില്ല. നമ്മളിപ്പോ ദലിത് രാഷ്ട്രീയമൊക്കെ നമ്മൾ പറയുമ്പോൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പറഞ്ഞോളാം എന്ന് ദലിതുകൾ പറയുന്നതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതാണ്. ഇത് അനുഭവിക്കുന്നവരുടെ വൈകാരികതയെ അതേ വൈകാരികതയിൽ ഉൾക്കൊള്ളാൻ എന്ത് ചെയ്യൂല, ആ കഴിയില്ല. ഇതില് നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞു ഈ ഇതില് തീർപ്പിലെത്താൻ സാധിക്കൂല. പറഞ്ഞാല് ഉമ്മുൽ ഫൈസി ആണെങ്കിലും ഒന്നും അത് തീർപ്പിലെത്താൻ സാധിക്കാത്തൊരു വിഷയമാണ്. അപ്പൊ അതിന്റെ ഉൾക്കൊള്ളലുകൾ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഒരു പുരുഷ അധികാര മനോഭാവവുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ ചർച്ച മുസ്ലിം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എങ്ങനെയാണ് ഇത് കൊണ്ടുവരേണ്ടത് എന്നതിന് ഇവിടെ നേരത്തെ വിശദീകരിച്ചു. ആഭ്യന്തരമായിട്ട് ഇത് ഉന്നയിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ അകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അകത്ത് ഇത് നിരന്തരമായി ചർച്ചയാക്കിക്കൊണ്ടേയിരിക്കുക എന്ന് പറയുന്ന ഒരു പണിയാണ് യഥാർത്ഥത്തിൽ. അതിന്റെ ഒരു മാറ്റം ഒരു 10 വർഷം അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്കൊക്കെ എടുത്തു നോക്കിയാൽ ഇവിടുത്തെ മുസ്ലിം സംഘടനകൾക്കകത്തൊക്കെ പരിമിതമായിട്ടെങ്കിലും അതിന്റെ ചെറിയ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ പ്രസ്ഥാനത്തിന്റെ അകത്തൊക്കെ ആണെങ്കിലും ഈ ചർച്ചയുടേതായ മാറ്റങ്ങൾ സ്ത്രീകൾ പരിമിതമായിട്ടെങ്കിലും വരാനൊക്കെ തുടങ്ങിയത് ഈ ചർച്ച നിരന്തരമായിട്ട് ഈ പറഞ്ഞ പോലെ പോരാടിക്കൊണ്ട് തന്നെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. മഹല്ലുകളില് സ്ത്രീകൾ മഹല്ല് കമ്മിറ്റികളിലൊക്കെ വരാൻ തുടങ്ങിയതൊക്കെ ഇപ്പൊ ഈ അടുത്ത കാലത്താണ്. അപ്പൊ ഈ ഒരു ചർച്ച അത് ഒരു വലിയ അളവിലല്ലെങ്കിലും മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ശക്തമായി സമുദായത്തിന്റെ അകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റികൾക്കകത്ത് മുസ്ലിം സംഘടനകൾക്കകത്ത് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഈ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാനും പരിഹരിക്കാനും പറ്റുന്ന ഒരു മാർഗം. ഇതിന്റെ അടുത്ത മൊഡ്യൂളിലേക്ക് പോകണം. ഓക്കെ ആ വിഷയം നമ്മൾ തീർത്തു. ഇനി ഇസ്ലാമിക് ഫെമിനിസത്തിന്റെ ഞാൻ നാജിയനോട് ചോദിക്കുന്നത്, ഇസ്ലാമിക് ഫെമിനിസത്തിന്റെ ഒരു വലിയ ഞാൻ അടുത്ത വിഷയത്തിലേക്ക് പോകണം. ഒരു വലിയ സംഗതി ഇതിലെ കർമ്മശാസ്ത്രം അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട എൻഗേജ്മെന്റ്സ് ആണ്. അത് പറയണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ഫിഖ്, അതേപോലെയുള്ള ഇസ്ലാമിക നിത്യജീവിതങ്ങൾ, ഇതാണ് ഇസ്ലാമിക് ഫെമിനിസം ഇടപെടുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക് ഫെമിനിസത്തിന്റെ ധാരണകളുള്ള ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലം.
ഇസ്ലാമിനകത്തു തന്നെയുള്ള ലീഗലായ സംഗതികൾ, വിവാഹം, വിവാഹമോചനം, ബഹുഭാര്യാത്വം, പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സൊഫിലെ അണികളുടെ സംഗതികള്, സ്ത്രീകളുടെ പള്ളിപ്രവേശം, പിന്നെ അതേപോലെ ഖുതുബ, ബാങ്ക് പോലെയുള്ള കർമ്മങ്ങളിലുള്ള സ്ത്രീകളുടെ സാന്നിധ്യം, ഇമാമത്ത്, നേതൃത്വം തുടങ്ങി ഇസ്ലാമിക നിത്യജീവിതത്തിന്റെ ഭാഗമായ കാര്യങ്ങളുടെ സ്ത്രീ പങ്കാളിത്തത്തെ കുറിച്ചുള്ള ഒരു വിഷയമാണ് ഇസ്ലാമിക ഫെമിനിസ്റ്റ് ഇടപെടുന്ന വേറെ ഒരു ചിന്താ മേഖല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഓക്കെ, അത് ചർച്ചയ്ക്ക് വേണ്ടല്ലോ, അത് നമ്മുടെ ഒരു വിഷയമല്ലാത്തതുകൊണ്ട് ചർച്ച. ഇനി നാലാമത്തെ ഒരു മൊഴിവുകൾ, അതും കൂടെ കഴിഞ്ഞാൽ ഈ സെഷൻ അവസാനിപ്പിക്കാൻ തോന്നുന്നു. നാലാമത്തെ ഒരു മേഖല ഫെമിനിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന, ഇതുവരെ നമ്മൾ നേരത്തെ ചെറിയൊരു ഭാഗം നമ്മൾ ചർച്ച ചെയ്തു, ആളുകൾ കുറെ കാലമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിൽ ഇസ്ലാം എന്ന ഒരു ആത്യന്തികത കടന്നു വരുന്നു, ഒരു എൻറ്റിറ്റി കടന്നു വരുന്നു, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുന്നു. അതിൽ പുതിയ ഒരു തുറസ് ഫെമിനിസത്തിന്റെ ധാരണകളിലേക്ക് കിട്ടുന്നു. അടുത്ത വിഷയം അതാണ്, ഫെമിനിസത്തിന്റെ ധാരണകൾ. അതിനെ ഇന്റർസെക്ഷണൽ ആയിട്ട് ഒരു ഞങ്ങളുടെ കോളേജിലുള്ള UGC ശമ്പളം വാങ്ങുന്ന ടീച്ചറും സ്ത്രീ പ്രശ്നങ്ങൾ, അപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഗവേഷണം നടത്താൻ ഒരു സ്ത്രീ ഗവേഷണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇത് ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ആളെ സഹപ്രവർത്തകകളുടെ. ഞങ്ങൾക്ക് ഏത് രാത്രി 2 മണിയിരുന്ന് വായിക്കാം, ഏത് സ്ഥലത്തേക്കും ഫീൽഡ് വർക്ക് കണ്ട് പോകാം. എന്നാൽ ഒരു സ്ത്രീ ഗവേഷകർക്ക് ഫീൽഡ് വർക്ക് കണ്ട് എത്ര പോകാൻ പറ്റും എന്നുള്ളൊരു പ്രശ്നമാണ്. എത്ര സമയം രാത്രി ഇരുന്ന് വായിക്കാനും കുറിപ്പെടുക്കാനും പറ്റും? ലൈബ്രറികളിൽ എത്ര സമയം ചെലവഴിക്കാൻ പറ്റും? അപ്പോൾ അക്കാഡമിക രംഗത്ത് ഒരു സ്ത്രീ അനുഭവിക്കുന്ന, അതൊരു അസോസിയേറ്റ് പ്രൊഫസറോ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറോ അനുഭവിക്കുന്ന ഒരു ഗവേഷകയുടെ പ്രശ്നമാണ്. ആ ഗവേഷകയുടെ വീട്ടിലെ വേലക്കാരിയുണ്ട്, ഈ ഗവേഷകയായ അസോസിയേറ്റ് പ്രൊഫസറുടെ അസിസ്റ്റന്റ് പ്രൊഫസറുടെ വീട്ടിലെ വേലക്കാരിയുണ്ട്. അവർക്കും അവരുടേതായ സ്ത്രീ പ്രശ്നങ്ങളുണ്ട്. ആ വേലക്കാരിയുടെ വീട്ടിൽ ജോലി ചെയ്യാൻ വരുന്ന തമിഴത്തി സ്ത്രീ ഉണ്ട്, അവർക്കും അവരുടേതായ സ്ത്രീ പ്രശ്നങ്ങളുണ്ട്. അപ്പോ നേരത്തെ ഫെമിനിസ്റ്റുകൾ കണ്ടിരുന്ന സ്ത്രീ എന്ന് പറയുന്നതിന് ഒരൊറ്റ ആത്യന്തികതയായി കാണുകയും അതിന് മൊത്തത്തിൽ ഒറ്റ പ്രശ്നമാണെന്ന് കാണുകയും ചെയ്തിടത്ത് നിന്ന് സ്ത്രീ എന്നത് പലതരം ഇന്റർസെക്ഷണലായ അനുഭവങ്ങളുടെ ഒരു സാകല്യമാണ് എന്നും, കുഞ്ഞാലി മാഷുടെ വാക്കെടുത്ത് പറഞ്ഞ സാകല്യമാണ് എന്നും, ആ സാകല്യത്തിലെ ഒറ്റ അടരുകൾക്കും അവരുടേതായ സ്ത്രീ പ്രശ്നങ്ങളുണ്ടെന്ന് തിരിച്ചറിയുകയും അതിലൊരു പ്രധാന പ്രശ്നമാണ് ഇസ്ലാമിക ഫെമിനിസം അനുഭവിക്കുന്ന അത്തരം ഒരു മേഖലയിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എന്ന് തിരിച്ചറിയുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു തിരിച്ചറിവിനെ കുറിച്ചും കൂടെ പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. നമ്മള് സ്ത്രീകൾ പൊതുവെ സ്ത്രീ അനുഭവങ്ങൾ മൊത്തത്തിൽ ഒരൊറ്റൊരു യൂണിറ്ററി എക്സ്പീരിയൻസ് ആയിട്ട് ഇപ്പൊ അദ്ദേഹം ഉയർത്താൻ ശ്രമിച്ച ആർഗ്യുമെന്റ് പോലെ ഇതിപ്പോ എല്ലാ സ്ത്രീകളുടെയും കൺസേൺസ് ഒന്നായിരിക്കുമോ? എല്ലാ സ്ത്രീകളുടെയും ആവശ്യങ്ങൾ ഒന്നായിരിക്കുമോ എന്നുള്ളത് നോക്കി കഴിയുമ്പോൾ, അതായത് എൻ്റെ ജീവിതത്തിനെ നിർണ്ണയിക്കുന്നത് എൻ്റെ ഒരു സ്ത്രീ പദവി മാത്രമാണോ? എന്നെ സോഷ്യലി ക്ലാസിഫൈ കാറ്റഗറൈസ് ചെയ്യുന്നത് എൻ്റെ ജെൻഡർ അല്ലെങ്കിൽ സെക്സ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു കാറ്റഗറൈസേഷൻ മാത്രമാണോ? അപ്പം ഞാൻ മറ്റൊരു പുരുഷൻ, ഒരു പുരുഷനെയും എന്നെയും എടുത്തു കഴിയുമ്പോൾ, ഇപ്പൊ എന്നെയും ഈ സാറിനെയും എടുത്തു കഴിയുമ്പോൾ ഞാനൊരു സ്ത്രീ, അദ്ദേഹം ഒരു പുരുഷൻ, ഇങ്ങനൊരു കാറ്റഗറൈസേഷൻ മാത്രമാണോ നമുക്ക് സാധിക്കുന്നത്? അല്ലെങ്കിൽ ഞാനും ഈ മാഡവും, അപ്പൊ ഞങ്ങള് 2 സ്ത്രീകൾ. ഇതല്ലാത്ത നമ്മുടെ സോഷ്യൽ കാറ്റഗറൈസേഷന്റെ ഡിഫറെന്റ് ഫോംസ്, നമ്മൾ വർഗത്തിനെ കുറിച്ച്, വർണ്ണത്തിനെ കുറിച്ച്, വംശത്തിനെ കുറിച്ച്, ജാതിയെ കുറിച്ച്, മതം, ഇങ്ങനത്തെ കുറെ സംഗതികൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഒക്യുപ്പൈ ചെയ്യുന്ന, ഞാൻ നിൽക്കുന്ന ഒരു ക്ലാസ് പൊസിഷൻ ഉണ്ടാവും, ഞാൻ നിൽക്കുന്ന ഒരു കാസ്റ്റ് പൊസിഷൻ ഉണ്ടാവും, ഞാൻ നിൽക്കുന്ന ഒരു റിലീജിയസ് എൻ്റെ ഒരു ഐഡന്റിറ്റി ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കൂടി എൻ്റെ ഒരു ജെൻഡർ പൊസിഷൻ, ഇത് മുഴുവനായിരിക്കും എൻ്റെ ഈ ഒരു സോഷ്യൽ പൊസിഷനെ നിർണ്ണയിക്കുന്നത്. അതൊരിക്കലും നമുക്ക് എല്ലാ സ്ത്രീകളുടെയും ആവശ്യങ്ങൾ ഒന്നാണ്. അപ്പൊ അത് ഈ നമുക്ക് ജാതിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ സംസാരങ്ങൾ കുറച്ചെങ്കിലും ഒക്കെ നടന്നിട്ടുണ്ട്. ഇപ്പൊ എല്ലാ സ്ത്രീകളുടെയും ആവശ്യങ്ങൾ ഒന്നായിരിക്കുമോ? എല്ലാ സ്ത്രീകളും സ്വാതന്ത്ര്യം ആയിരിക്കുമോ ആഗ്രഹിക്കുന്നുണ്ടാവാം? സ്വാതന്ത്ര്യം ആയിരിക്കും ഒരു അൾട്ടിമേറ്റ് എയിം എല്ലാ സ്ത്രീകളുടെയും? നേരത്തെ ഞാൻ ചോദിച്ച പോലെ പോരാടിക്കൊണ്ടിരിക്കുക, ഈ എന്നുള്ളത് മാത്രമാണ് സ്ത്രീകളുടെ ആവിഷ്കാരം ആയിട്ട് നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്.
ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് മാത്രമാണോ നമ്മളൊരു ഏജൻഷ്യൽ ഒരു കർത്തൃത്വം? ഓക്കെ, ആ ആള് കുറച്ച് സ്ട്രോങ് ആണ്, ആൾക്ക് ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് ഏത് സ്ത്രീകളെ കുറിച്ചായിരിക്കും? പൊതുവെ നമ്മൾ അങ്ങനെ പറയാറുള്ളത് ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുന്ന, എപ്പോഴും കൗണ്ടർ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന, ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ കുറിച്ചാണ്. പക്ഷേ അതല്ലാത്ത തരത്തിൽ പലപ്പോഴും പല സിസ്റ്റംസിനകത്തും ചിലപ്പോൾ വളരെ പാസീവായിട്ട് സൈലന്റ് ആയിട്ട് ജീവിച്ചു പോകുന്ന ആളുകൾ ഉണ്ടാവും. അവരെ നമ്മള് ഒരു ഏജന്റ്, കാര്യങ്ങൾ തീരുമാനിക്കാനും ഫ്രീ വിൽ അല്ലെങ്കിൽ ഒരു തീരുമാനിക്കാനും അത് പ്രവർത്തിക്കാനും ഒക്കെ ശേഷിയുള്ള വ്യക്തിയായിട്ട് നമ്മൾ കാണുമോ? ആരെയാണ് നമ്മൾ അങ്ങനെ കാണുക? അപ്പൊ ഒന്ന്, ഈ ഇന്റർസെക്ഷനാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ അടരുകളൊക്കെ ഒരേ മനുഷ്യന്റെ മേലെ വന്ന് കിടക്കുന്നുണ്ട്. അയാളുടെ ലിംഗപദവിയും അയാളുടെ വർഗപദവിയും അയാളുടെ വർണ്ണവും അയാളുടെ മതവും അയാളുടെ ജാതിയും അയാൾ നിൽക്കുന്ന ജോഗ്രഫിക്കൽ ലൊക്കേഷനും എല്ലാം ഇയാളുടെ മേലെ ഉണ്ട്. അപ്പോ നമ്മൾ ആ തരത്തിൽ കുറെ കൂടി ഇങ്ങനെ ഇഴകീറി പരിശോധിക്കുമ്പോൾ ഈ പുരുഷൻ സ്ത്രീ എന്ന് പറയുന്ന ആ ഒരൊറ്റ വേർതിരിവ്, നേരത്തെ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ, പലപ്പോഴും ഇപ്പൊ ഞാനൊരു സ്ത്രീ ആയിരിക്കെ എന്റെ സോഷ്യൽ ലൊക്കേഷനിൽ എന്നെക്കാൾ താഴെയുള്ള പുരുഷന്മാരെ എനിക്ക് കാണാം, അല്ലെങ്കിൽ എനിക്ക് റൂൾ ചെയ്യാൻ പറ്റുന്ന പുരുഷന്മാര് ലോകത്തുണ്ട്, എനിക്ക് ഡോമിനൻസ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന പുരുഷന്മാര് ലോകത്തുണ്ട്. അപ്പൊ അത് നമ്മളെ ജാതി നോക്കുമ്പോഴാണ് പലപ്പോഴും സ്ത്രീകളെ എല്ലാരെയും കൂടി ഒരൊറ്റ കാറ്റഗറി ആവുമ്പോൾ ഈ സവർണ സ്ത്രീകളും ദലിത് സ്ത്രീകളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കോ? അവരുടെ ഒക്കെ ആവശ്യങ്ങൾ ഒന്നായിരിക്കോ? അപ്പോ നമ്മള് ആ ഹൈറാർക്കി നമ്മൾ പരിശോധിക്കുമ്പോൾ സവർണ പുരുഷൻ, അത് കഴിഞ്ഞ് സവർണ സ്ത്രീ, അത് കഴിഞ്ഞ് അവർണ പുരുഷൻ, അത് കഴിഞ്ഞ് അവർണ സ്ത്രീ. ഈ താഴെ കിടക്കുന്ന അവർണ സ്ത്രീകൾ എല്ലാവരുടെയും സെൻസ് ഓഫ് ലിബറേഷൻ എന്നുള്ളത് ഒന്നായിരിക്കോ? അപ്പൊ ആ വ്യത്യസ്തതകളിലേക്കും കൂടി, അപ്പൊ നമ്മള് ഈ ഒരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവ്, ഇപ്പൊ നമ്മള് ഇസ്ലാമിക് ഫെമിനിസം എന്ന വാക്ക് വന്ന് ഒരു അവസാനത്തെ പോയിന്റിലേക്ക് വരുമ്പോ കുറെ കൂടി മുസ്ലിമ തിയോളജി എന്നുള്ള വാക്കാണ് ഇപ്പോൾ കുറെ കൂടി ഒരു എന്തായിട്ട് ആക്സെപ്റ്റഡ് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. ഇപ്പൊ ടെക്സ്റ്റുകളുടെ ടൈറ്റിൽ ആയിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് മുസ്ലിമ തിയോളജി എന്നാണ്. അതായത് ഇതിന്റെ ഒരു വെസ്റ്റേൺ കണക്ഷൻസ് ഇല്ലാത്ത ഒരു പദമായിട്ട്. പക്ഷെ പലപ്പോഴും പല ടെക്സ്റ്റുകളും ഉള്ളിൽ പോയി നോക്കുമ്പോൾ നമുക്ക് ഇതുവരെ കണ്ടതിന് സമാനമായ തരത്തിലുള്ള ആർഗ്യുമെന്റ്സ് തന്നെ ആയിരിക്കും കാണാൻ പറ്റുന്നുണ്ടാവുക. പക്ഷെ ടെർമിനോളജിയിൽ ഒരു എന്തായിട്ടുള്ള ഒരു ഈ വെസ്റ്റേൺ ഐഡിയയിൽ നിന്ന് മുക്തമായിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ ആ ഫെമിനിസം എന്നുള്ള സ്ഥാനത്ത് നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ടുള്ള ഇത് നമ്മൾ ഈ ലിബറേഷൻ തിയോളജികൾ ഉണ്ടല്ലോ, ക്രിസ്ത്യൻ ലിബറേഷൻ തിയോളജി ഉണ്ട്, ഇസ്ലാമിക് ഉണ്ട്. അപ്പൊ ആ ലിബറേഷൻ തിയോളജീസും മുസ്ലിമ എന്നുള്ള ആ വാക്കും കൂടി കണക്ട് ചെയ്തുകൊണ്ട്, അപ്പൊ ഇത് പറയേണ്ടി വരുന്നതിന്റെ ഒരു വോയിഡ് അവിടെ ഉണ്ട്, ഒരു ഗ്യാപ്പ് അവിടെ ഉള്ളതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇത് പറയേണ്ടി വരുന്നത്. അത് പല തരത്തിൽ പല കോലത്തിലാണ് പലരും പറയുന്നത്. അതിന് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസെക്ട് ചെയ്യാനും ചലഞ്ച് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ആ ചോദ്യങ്ങൾ ഉണ്ടായി വരുന്നത് ഒരു ശൂന്യതയെന്നാണ്. ഐ മീൻ ഒരു തരത്തിലുള്ള ഗ്യാപ്പ് ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണ് ആ ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് വളരെ നല്ലൊരു സെഷനായിരുന്നു. ഉയരെഴുത്തിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്നുള്ള അർത്ഥത്തിൽ ചെറിയൊരു ഒരു സ്ഫോടനം, ചിന്തയുടെ ഒരു ചെറിയൊരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ തുടർന്ന് ഇതിനെ നിരന്തരം കേൾക്കാൻ വിധിക്കപ്പെട്ടുപോയി നമ്മൾ. ഇനി മുതൽ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കാൻ, ഇതിനെക്കുറിച്ച് കൂടുതൽ വായിക്കാനുള്ള ആ ബാധ്യത നമ്മുടെ തലയിൽ ഈ സെഷനോട് കൂടി വന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. കുറച്ചും കൂടെ വിശാലമായിട്ട് സ്ത്രീവാദത്തെയും ഇസ്ലാമിലെ പെണ്ണിന്റെ ഇടത്തെയും കാണാനുള്ള ഒരു കണ്ണ് തുറന്നു കിട്ടാൻ ഈ സെഷൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇത് ഈ തുറന്നു കിട്ടല് വലിയ സംഗതിയാണ്. ഒരിക്കലും ഈ ദലൈലാമലെ പുതിയ ലാമ അധികാരം ഏറ്റെടുത്തപ്പോൾ ലാമയെ ഇന്റർവ്യൂ ചെയ്യാൻ ഒരു വെസ്റ്റേൺ പത്രപ്രവർത്തകൻ പോകുന്നതിനെ കുറിച്ച് ഒരു ഫെമിനിസ്റ്റ് പുസ്തകങ്ങളിൽ വായിച്ചൊരു കഥ ഓർമ്മയുണ്ട്. അത് പോയിട്ട് ഇയാൾ കുറെ ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷെ കുറെ രാജ്യങ്ങളൊക്കെ നടന്ന് ലാമയുടെ ആശ്രമത്തിലെത്തി
ഇയാൾ ആ ലാമയുടെ മുമ്പിലുള്ള ഒരു കർട്ടന്റെ പിന്നിലാണ് ഇവർ ഇരിക്കുക, ഈ ലാമ ഇരിക്കുക. അങ്ങനെ കർട്ടൻ നീക്കിയപ്പോൾ ഇയാൾ പ്രതീക്ഷിച്ച അവിടെ ഒരു പുരുഷനെയാണ്, പക്ഷെ ഒരു സ്ത്രീയാണ് ഇരിക്കുന്നത്. അപ്പോ പെട്ടെന്ന് തന്നെ ഞാൻ അതുവരെ പ്രിപ്പയർ ചെയ്ത എല്ലാ ചോദ്യങ്ങളും അപ്രസക്തമായി പോയി എന്നും ഞാൻ ഇനി ഇയാളോട് എന്ത് ചോദിക്കും. ലോക പ്രശസ്തനായ പത്രപ്രവർത്തകൻ ഒരു സ്ത്രീയെ മുന്നിൽ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അതുവരെ ചോദിച്ച ചോദ്യങ്ങളെല്ലാം അപ്രസക്തമാവുകയും ഇല്ലാതായി പോവുകയും ചെയ്തൊരു അനുഭവം പറയുന്നുണ്ട്. നമ്മൾ ഇത്രയും കാലം കൊണ്ടുവന്ന് വെച്ച ഭാവനകളൊക്കെ പെട്ടെന്ന് ഒരു കാര്യം കേൾക്കുമ്പോൾ അപ്രസക്തമാവുകയോ ഇൻവാലിഡ് ആയി പോവുകയോ ഇല്ലാതായി പോവുകയോ മറ്റൊന്നായി മാറുകയോ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഇത്തരം ചില വിഷയങ്ങളിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകും എന്നതാണ് ഇതിന്റെ ഒരു ലാഭം, ഇതിന്റെ ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. 2 അനൗപചാരികമായ സംഗതികൾ ചെയ്യാറുണ്ട്. എന്തോ ഒരു മിമന്റോ വിതരണത്തെ കുറിച്ച് ഇതിന്റെ സംഘാടകർ പറഞ്ഞിരുന്നു. പിന്നെ ഒരു പാട്ട് സലാം സാഹിബിന് ഒരു പാട്ട് അവതരിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു. നമുക്ക് 12:30 മണിക്ക് ഭക്ഷണം റെഡി ആവും. ഒരു 12 അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഭക്ഷണം റെഡിയാണ്. 1:30 അടുത്ത സെഷൻ തുടങ്ങണം. നമ്മുടെ 1 മണിക്ക് തുടങ്ങാൻ പറ്റുമോ? എന്തായാലും ഭക്ഷണം കഴിച്ചോണം. 1:15 അടുത്ത സെഷൻ. ഇതിന്റെ 2ാം അധ്യായം ഉഷാകുമാരി ടീച്ചർ എത്തിയിട്ടുണ്ട്.